പ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും പ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങേ ആശ്ലേഷിപ്പാൻ, എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങേ ആശ്ലേഷിപ്പാൻ. എന്നേശുവേ മനമേഘേവേദം വന്നിടണേ, എന്നേശുവേ മനമേഘേവേദം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ. വെള്ളത്തിനായി എഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനായി എഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ. മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും. വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമത്തിൽ, വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമത്തിൽ, ചേർന്നു നിൻ സാവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ, ചേർന്നു നിൻ സാവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ. ബുദ്ധിയുള്ള നിർമ്മലകന്യകെ ഒരുങ്ങുന്നേ, ബുദ്ധിയുള്ള നിർമ്മലകന്യകെ ഒരുങ്ങുന്നേ. മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും. സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ, സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ, ആ പാടും ഭൂതവീതിരേ ജീവവൃക്ഷത്തിൻ തണലിൽ, ആ പാടും ഭൂതവീതിരേ ജീവവൃക്ഷത്തിൻ തണലിൽ, എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുമേ. എൻ മണാളാ എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുമേ. എൻ മണാളാ മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും. എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങേ ആശ്ലേഷിപ്പാൻ, എൻ കണ്ണീർ
തുടച്ചിടുവാൻ അങ്ങേ ആശ്ലേഷിപ്പാൻ എന്നേശുവേ വനമേഘേ വേഗം വന്നിടണേ എന്നേശുവേ വനമേഘേ വേഗം വന്നിടണേ പ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും പ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും. കർത്താവിന്റെ ദാസൻ പി.ടി. തോമസ് സാറിനെ ആദരവോട് ക്ഷണിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഈ 4ാമത്തെ സന്ധ്യയെങ്കിലും ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് നൽകിയ ഈ ഭാഗ്യകരമായ അവസരത്തിനായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ വെക്കണം. ദൈവം ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് നൽകിയതിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടല്ലോ. കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച ദൈവവചനം നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്ന് ആരും ഒരു ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് എന്റെ സഹോദരങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ള ഒരു മുഖം കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്നും നിങ്ങൾ എന്നെ ഗ്രഹിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ മുഖഭാവം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയല്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ സാധാരണ ആളുകളോട് ദൈവത്തെ സ്തുതിക്കാനൊന്നും പറയാറില്ല. അങ്ങനെ അതിനുള്ള സാവകാശവും നമുക്ക് ഇതിനകത്തില്ല. പിന്നെ നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ക്വയറീസ് അതുകൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചോദ്യങ്ങളും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിവരങ്ങളും പറയുവാനായിട്ട് ഞാൻ നിങ്ങളെ പിന്നെയും ഉത്സാഹിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളുടെ കൃപ എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വ്യക്തമാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ഞാൻ തുടരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നീതീകരണം എന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഒരു കാര്യം ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കാര്യം, തീരെ ചെറുതൊന്നുമല്ല, ഒരു കാര്യവും ചെറുതല്ലല്ലോ, എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതായത് സ്തോത്രവും ഹല്ലേലൂയായും അതിനെക്കുറിച്ചൊരു വിശദീകരണം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ വിട്ടുപോയി. മറ്റ് 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെ കൂടെ ഞാൻ അത് വിശദീകരിച്ചു പോയതുകൊണ്ട് ഇത് പറയാൻ ഞാൻ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ എന്നുള്ള വാക്ക് ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുന്നു, ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുന്നതുമായ വാക്കാണ്. അതുപോലെ ആമേൻ എന്നുള്ള വാക്കും ഈ ലോകം മുഴുവൻ ഒരു എല്ലാ ഭാഷക്കാർക്കും മനസ്സിലാകുന്ന വാക്കുകൾ. ഹല്ലേലൂയ എന്ന ആ വാക്കിന്റെ അർത്ഥം യഹോവയെ സ്തുതിപ്പീൻ എന്നാണ്. ഹല്ലേലൂയ, യഹോവയ്ക്ക് സ്തുതി, യഹോവയ്ക്ക് മഹത്വം, യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള ആഹ്വാനവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് ഹല്ലേൽ. ഹല്ലേൽ എന്ന് പറഞ്ഞാൽ മഹത്വം, സ്തുതി. അത് ഹല്ലേൽ ഗീതങ്ങൾ എന്ന് പറഞ്ഞ് സങ്കീർത്തനങ്ങൾ ചില ഭാഗങ്ങളെ ചിലവയെ അങ്ങനെ പറയാറുണ്ടല്ലോ. ഹല്ലേലൂയാഹ്, ഹല്ലേലൂയാഹ്, അതാണ് ദൈവത്തെ സ്തുതിക്കുക, യാഹിനെ സ്തുതിക്കുക. നമ്മള് ഈ തമിഴ് വേർഡ് വായിച്ചാൽ നമ്മുടെ സങ്കീർത്തനങ്ങൾ പലത് തീരുന്ന യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ സങ്കീർത്തനങ്ങൾ തീരുന്നത്. യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ളതിന് തമിഴ് ബൈബിളിൽ ഹല്ലേലൂയ എന്നാ. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് മഹത്വം, അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ സ്തോത്രവും ഹല്ലേലൂയായും ഇത് രണ്ടും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടും തമ്മിൽ കാര്യമായുള്ള വ്യത്യാസങ്ങളില്ല എങ്കിലും പിന്നെ രണ്ട് വാക്കല്ലേ. ഇങ്ങനെ പറയാറുണ്ട്, ഈ ഭാഷയിൽ ഒരിക്കലും ഒരു ഡിക്ഷണറിക്കകത്ത് മാത്തമാറ്റിക്കൽ സൈൻ രണ്ട് കൊച്ചു 2 വരകള് മുകളിലും താഴെയായിട്ട് നമ്മൾ ഇടുമല്ലോ, സമം. ശരിക്കും പറഞ്ഞാൽ അതിന്റെ റിയൽ അർത്ഥം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽസ് ടു എന്നാണ്. 2 + 2 എക്സാക്ട്ലി ഈക്വൽസ് ടു 4.
അതാണ് 2 അധികം 2 സമം സമം ഒരുപോലെ സമമായിരിക്കുന്നു. അതാണ് എക്സാക്ട്ലി ഈക്വൽസ് ടു എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഡിക്ഷണറിയിൽ ഒരിക്കലും ആ സമം ഇടാൻ കഴിയത്തില്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിലെ ഒരു വാക്കിന് എക്സാക്ട്ലി ഈക്വൽസ് ടു എന്ന് പറയാൻ വേറൊരു വാക്കില്ലെന്നാ. ഒരു വാക്കിന് വേറൊരു വാക്ക് എക്സാക്ട്ലി ഈക്വൽസ് ടു എന്ന് പറയാൻ ഒക്കുകയില്ലെന്നാണ് പറയുന്നത്. ആശയങ്ങൾ ഒരു 90% അതിൽ കൂടുതലോ ചിലപ്പോൾ 2 വാക്കുകൾ തമ്മിലുള്ള ആശയം, ഈ കൊണോട്ടേഷൻ എന്നൊരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മീനിങ്ങും ഉണ്ട്, കൊണോട്ടേഷനും ഉണ്ട്. സൂചിത അർത്ഥം, സൂചിതാർത്ഥം എന്ന കൊണോട്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സ്തുതിയും സ്തോത്രവും രണ്ടും ഹല്ലേലൂയയും സ്തോത്രവും രണ്ടും ഒരർത്ഥത്തിൽ ആശയം അർത്ഥം ഒന്ന് തന്നെയാണെങ്കിലും ചെറിയ ഒരു വ്യത്യാസമുണ്ട്. കാര്യം എക്സാക്ട്ലി ഈക്വൽസ് ടു എന്ന് പറയാൻ ഒക്കെ അല്ലെങ്കിൽ 2 വാക്കുകൾ. അതുകൊണ്ട് സ്തോത്രം. ഇനി സ്തോത്രം എന്ന് നമ്മൾ പറയുന്നത് സാധാരണയായിട്ട് ദൈവത്തോട് നമ്മൾ നന്ദിയുടെ പ്രകടനമായിട്ടാണ് സ്തോത്രം പറയാറുള്ളത്. അറിയാമല്ലോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അതിന്റെ സർവാന്തരംഗ വിശ്വാമത്തെ വാഴ്ത്തുക. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളത്. ബൈബിളിൽ തന്നെ 2 വാക്ക് ഒന്നിനു പകരം മറ്റൊന്ന് പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്തോത്രം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും അവയെ ഓർത്ത് നന്ദി പ്രകടിപ്പിക്കുന്നതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് സ്തോത്രത്തെ ഇരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ്. ഇത് രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. അതായത് നമുക്ക്, ഞാൻ സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗം പറയാം. നമ്മൾ 103-ാം സങ്കീർത്തനവും 104-ാം സങ്കീർത്തനവും ഉണ്ടല്ലോ. ഈ 103-ാം സങ്കീർത്തനം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരംഗ വിശ്വാമത്തെ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും മറക്കരുത്. 103-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന മിക്കവാറും സഭകളിൽ ആവർത്തിച്ച് വായിക്കുന്ന ഒരു സങ്കീർത്തനം, നമ്മൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 103-ാം സങ്കീർത്തനം. അറിയാമല്ലോ, അത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗ വിശ്വാമത്തെ അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എന്തൊക്കെയാ ഉപകാരം? രോഗം, അവന്റെ അകൃത്യമൊക്കെ വിമോചിക്കുന്നു, അതാ ഒന്നാമത്. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദൈവം കരുണയെ അണിയിക്കുന്നു, നിന്റെ യൗവനം കഴിയുമ്പോൾ നിന്റെ വായിക്ക് നമ്മൾ തൃപ്തി വരുത്തുന്നു, നീ പീഡിതന്മാർക്ക് നീതി ന്യായം നടത്തുന്നു. ഇങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, അവന്റെ ഉപകാരങ്ങൾ ഒന്നൊന്നായി വിവരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, സ്തോത്രം കൊടുക്കുന്ന, അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുന്ന സങ്കീർത്തനമായിട്ട് നമുക്ക് 103-ാം സങ്കീർത്തനം. ഈ 104-ാം സങ്കീർത്തനം പറഞ്ഞു ആരുടെയും മനസ്സിൽ ആദ്യത്തെ വാക്യം വന്ന് കാണാൻ സാധ്യതയില്ല. ചില മനസ്സിൽ വന്ന് കാണുമായിരിക്കും. 104-ാം എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു, വസ്ത്രം ധരിക്കുന്നത് പോലെ നീ പ്രകാശത്തെ തിരുശീല പോലെ നീ ആകാശത്ത് വിരിക്കുന്നു. അവൻ തന്നെ മാളികളെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തന്നെ തേരാക്കി കാറ്റിന് മേൽ സഞ്ചരിക്കുന്നു, ആറ്റുകളെ ശുശ്രൂഷന്മാരെ ആക്കുന്നു, അവൻ ഭൂമി അതൊരിക്കലും ഇളകിപ്പോകാതവണ്ണം അതിന്റെ അടിസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നു. നോക്ക, എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വല്ലഭത്വത്തിന്റെ വിവരണമാണ് 104-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. സ്തോത്രം. 104-ാം സങ്കീർത്തനം ദൈവത്തിന്റെ, അവന്റെ സൃഷ്ടിപ്പിലെ മഹത്വം, ദൈവത്തിന്റെ വല്ലഭത്വത്തിന്റെ വിവരണമാണ് ഈ 104-ാം സങ്കീർത്തനം. നമുക്ക് 103-ആണ് കൂടുതൽ ഇഷ്ടം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളും ഓർത്ത് സ്തോത്രം ചെയ്യുവാനാണ് നമ്മൾ കൂടുതൽ താല്പര്യം. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളും നന്മകളും ഓർക്കുന്നതാണ്, അതിന് ദൈവത്തോട് നന്ദി പറയുന്നതാണ് നമ്മൾ കൂടുതൽ ആസ്വാദ്യകരമായത്. പക്ഷെ ദൈവത്തിന്റെ വല്ലഭത്വത്തെ ധ്യാനിച്ച് അവന് മഹത്വം കരേറ്റുവാൻ, സ്തോത്രവും മഹത്വവും 103-ൽ അവിടുന്ന് ചെയ്തതും 104-ൽ അവിടുന്ന് ആരായിരിക്കുന്നു എന്നുള്ളതുമാണ്. സ്തോത്രം. ദൈവത്തിന്റെ വല്ലഭത്വം, ദൈവത്തെ ദൈവമെന്നോർത്ത് അവന്റെ വല്ലഭത്വത്തെ വിവരിക്കുന്നതാണ് 104-ാം സങ്കീർത്തനം. സ്തോത്രം. നമുക്കിങ്ങനെ 103-ാം സങ്കീർത്തനം സ്തുതിയുടെ സങ്കീർത്തനവും
104 സങ്കീർത്തനം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന സങ്കീർത്തനവുമാണ്, നമുക്ക് പറയാം. സ്തോത്രം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ആ ചെറിയ വ്യത്യാസം ഈ സ്തോത്രവും ഹല്ലേലൂയായും എന്നുള്ള ഈ 2 വാക്കുകളിലുണ്ട്. അപ്പൊ നമ്മള് സ്തോത്രവും വേണം, ഹല്ലേലൂയായും വേണം. ഒന്നിനേക്കാൾ ശ്രേഷ്ഠമൊന്നും പറഞ്ഞുകൂടെ. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത നന്മകളെ ധ്യാനിക്കുന്നതോടൊപ്പം ദൈവത്തിന്റെ വല്ലഭത്വത്തെ ധ്യാനിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, സ്തോത്രം, നമ്മള് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ആ 2 വാക്കുകളിലൂടെയും നമ്മുടെ മനസ്സിൽ വരേണ്ട ആശയം ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അത്രയും പറഞ്ഞാൽ മതിയല്ലോ അതിനെക്കുറിച്ച്. ഞാൻ മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ. കഴിഞ്ഞ രാത്രി ഞാന് നീതീകരണത്തെ സംബന്ധിച്ച് റോമാലേഖനം 3-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ വായിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. കൂട്ടത്തിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധവുമൊക്കെ അല്പം ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അത് നമ്മൾ വ്യക്തമായിട്ട് ഉൾക്കൊള്ളേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ട കർത്താവ് ഇവിടെ വന്ന് പാപപരിഹാരം ഒരുക്കിയത് ന്യായ പ്രമാണം നിവർത്തിച്ചുകൊണ്ടാണ്. ഇന്നലെ നേരം പോയതുകൊണ്ട് ഞാൻ പറയേണ്ടതായ ഒരു കാര്യം പെട്ടെന്ന് പറയാൻ വിട്ടുപോയി. അതായത് റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ ഇന്നലെ പരാമർശിച്ചു. 8-ാം അധ്യായത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അടുത്ത, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവത്തിന്റെ പുത്രനെ പാപജഡത്തിന് സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു പാപത്തിന് അവന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. കണ്ടോ? അപ്പൊ നമ്മളിൽ നിവർത്തിച്ചിരിക്കുന്നത് ന്യായപ്രമാണത്തിലെ നീതിയാ. ഞാൻ ഇന്നലെ പറഞ്ഞ് നിങ്ങൾ മറക്കരുത്, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ, മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പാപ പരിഹാരത്തിന് നിയമിക്കപ്പെട്ട ദൈവ വ്യവസ്ഥകളുടെ, ദൈവിക പ്രമാണങ്ങളുടെ രൂപരേഖയാണ് പഴയ നിയമത്തിലെ ന്യായപ്രമാണം, മോശയിക ന്യായപ്രമാണം. ഒന്നുകൂടെ പറയാം, പാപ പരിഹാരത്തിന് നീതിമാനായ ദൈവം നിയമിച്ചിരിക്കുന്ന പ്രമാണങ്ങളുടെ, വ്യവസ്ഥകളുടെ രൂപരേഖ, ബ്ലൂ പ്രിന്റ് ഓഫ് ഗോഡ്സ് പ്ലാൻ ഫോർ സാൽവേഷൻ, പാപപരിഹാരത്തിന് നിയമിക്കും. അതാണ് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ഞാൻ ഇതിലെ വായിച്ച് കേൾപ്പിച്ചായിരുന്നല്ലോ, ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമാണിത്. ഈ വിശുദ്ധ തിരുവചനത്തിൽ ആവർത്തിച്ചിരിക്കുന്ന വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ് കേട്ടോ. അതുപോലെ എന്റെ നീതിമാൻ വിശ്വാസത്തിൽ, അതും ആവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും, ആവർത്തിച്ചിട്ടുള്ള ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിലെ വാക്യം ഞാൻ ഇന്നലെ നിങ്ങളെ വായിച്ച് കൽപ്പിച്ചു. പിന്നെ റോമാലേഖനത്തിൽ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിനെ ആവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ പാപ പരിഹാരം പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്നുള്ളത് തേടുന്ന മനുഷ്യനെ ഇതാ ചെയ്യേണ്ടത് എന്ന് ദൈവം തന്റെ പ്രമാണം നൽകിയിരിക്കുന്നതാണ്. എന്നാൽ പ്രവർത്തികളാൽ പാപപരിഹാരം പ്രാപിക്കുവാൻ മനുഷ്യന് ശേഷിയില്ല. കാരണം മനുഷ്യൻ ജഡത്തിൽ ബലഹീനനാണെന്നുള്ളത് അവനെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതിന്. അതാണ് പാപം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നില്ലേ റോമാലേഖനത്തിൽ പറഞ്ഞത്. പാപം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഒന്നാമത്തെ കാര്യം, ഈ മനുഷ്യന് ഈ അരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. നോക്കണേ, കാരണം മനുഷ്യനൊരു മത്സര സ്വഭാവം ഉള്ളത് കൊണ്ട് അരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഒരു പ്രേരണ ഉണ്ടാകും. അപ്പോൾ ന്യായ ചെയ്യരുത് ചെയ്യാനുള്ള ഒരു പ്രേരണ. അപ്പൊ പാപ പ്രകൃതത്തിൽ വർദ്ധിച്ചു വരുന്നതിന്, പാപ പ്രകൃതത്തിനനുസരിച്ച് ജീവിക്കുന്നതിന് ഒരു പ്രേരണയാകുകയായിരുന്നു ന്യായപ്രമാണം. അതൊരാശയം. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ആശയം, പാപം പെരുകേണ്ടതിനെന്ന് പറഞ്ഞാൽ പാപത്തെ മാഗ്നിഫൈ ചെയ്ത് കാണിച്ചു തരേണ്ടതിന് എന്നാണ് അതിന്റെ അർത്ഥം. പാപത്തെ മാഗ്നിഫൈ ചെയ്ത് കാണിച്ചു തരേണ്ടതിന്. നമുക്കറിയാം, നമ്മൾ കണ്ണിന് എന്തെങ്കിലും ഒരു മേലായി ആയിട്ടെ
നമ്മളൊരു ഒപ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം അവരെ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ അറിയാമല്ലോ, ഡൈലേറ്റ് ചെയ്യും കണ്ണ്. ദേ പുട്ട് എ മെഡിസിൻ ആൻഡ് ദേ ഡൈലേറ്റ് അവർ ഐസ്. നമ്മുടെ കണ്ണ് അവർ ഡൈലേറ്റ് ചെയ്യും. ഡൈലേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അകത്തെ പിന്നെ എന്തുവാ നേഴ്സും അതിന്റെ ബ്ലഡ് വെസൽസും അതെല്ലാം ഒന്ന് വലിപ്പപ്പെടുത്തി അവന് അത് നോക്കാനായിട്ട് ഡൈലേറ്റ് ചെയ്യുകയാണ്, വികസിപ്പിക്കുകയാണ്. നോക്കണേ, അപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് തെളിഞ്ഞ് കാണാൻ അത് സഹായകരമാകുന്നു. ഇതുപോലെ നമ്മൾ പാപപ്രകൃതമുള്ളവരാണ്, പക്ഷെ സമ്മതിക്കാത്ത നമ്മള് ആ പാപപ്രകൃതമുണ്ടെന്നുള്ളത്, പാപത്തിന്റെ ആഴം എത്രയാണെന്ന് നമുക്കൊന്ന് ഗ്രഹിപ്പിച്ച് തരുവാൻ ന്യായപ്രമാണം ഉപകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. സോ ന്യായപ്രമാണം പാപത്തെ മാഗ്നിഫൈ ചെയ്ത് നമ്മുടെ പാപ സ്വഭാവത്തെ, അയ്യോ അരുതെന്ന് പറയുന്നത് ചെയ്യാനാണല്ലോ പ്രേരണ, അയ്യോ ദൈവത്തിന് നീതിന് മുമ്പായി ഞാൻ നിസ്സഹായനാണല്ലോ, ഞാൻ നഷ്ടപ്പെട്ട പാപിയാണല്ലോ എന്നുള്ള ഒരു ഉൾബോധം നമുക്കുണ്ടാകുവാൻ ന്യായപ്രമാണം സഹായകരമായി എന്നാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയം. അതാണ് പാപം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. ഇത് തന്നെ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് ഹൃദയത്തിലിരിക്കുന്നത് അറിയുകയും ചെയ്യേണ്ടതിന്. ആവർത്തന പുസ്തകം അതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയേണ്ടതിന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ദൈവം ഇസ്രായേലിനെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ 2-ാമത്തെ, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പന പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം പരിഭവം നടത്തി നമുക്ക് ഇനി ഓർക്കണം. അപ്പൊ കണ്ടോ, നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി എന്ന് പറഞ്ഞാൽ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവത്തിന് ഹൃദയത്തെ അറിയാൻ, ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ മേലെ. നോക്കണേ, നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്ന് നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവത്തിന് അറിയില്ലേ? അറിയാം. പിന്നെ എന്താ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കേണ്ട, ഹൃദയത്തിലിരിക്കുന്ന അറിയേണ്ടതിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയേണ്ടതിനാണ്. ഇസ്രായേൽ അവരുടെ മത്സര സ്വഭാവം എന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിനാണ്. നമുക്കറിയാം, നമ്മൾ ഒരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുന്നത്. അല്ലാത്ത നമ്മൾ സഭായോത്രം ഇരിക്കുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല, എല്ലാം ടീക് ടാക്, 21 ദിവസം ഉപവാസ പ്രാർത്ഥന, നമ്മള് ഉപവാസം, എന്തൊരു വിശുദ്ധനാ, എന്തൊരു ഭക്തനാ തോമസ്. പക്ഷേ ശ്രദ്ധിക്കണേ, ഞാന് മറ്റൊരു വിശ്വാസിയുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് എല്ലാ ജീവിത സൗകര്യങ്ങളിലും ഏതൊക്കെ ജഡികമായ ഉല്ലാസങ്ങളിലും ഏർപ്പെടാൻ സാഹചര്യങ്ങൾ അനുകൂലമായി ആരും അറിയാനില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ഞാനാകുമ്പോൾ ആ പ്രലോഭനങ്ങളുടെ നടുവിൽ ഞാൻ എങ്ങനെ പെരുമാറുമെന്നുള്ളത്, സ്തോത്രം, ഞാൻ അന്നേരമേ അറിയുള്ളൂ. അപ്പോ ആ സാഹചര്യത്തിലാണ് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്താണെന്ന് ഞാൻ അറിയുന്നത്. അപ്പൊ ദൈവം നമ്മളെ ചിലപ്പോൾ നമ്മെ താഴ്ത്തുവാൻ, അപ്പോഴാണ് നമുക്ക് ഈ താഴ്മയുണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ന്യായപ്രമാണം അങ്ങനെ പറഞ്ഞു പോയാൽ നേരെ അങ്ങ് പോവല്ലോ. സ്തോത്രം. ന്യായപ്രമാണം ദൈവം തന്നത് അതിനാണ്, പാപ പരിഹാരത്തിന് നിയമിക്കപ്പെട്ട പ്രമാണങ്ങളെ ആകത്തുക. പക്ഷേ അത് നിവർത്തിക്കാൻ ആദാമ്യവർഗത്തിൽ ഏറ്റവും സമർത്ഥന്മാരായ ഇസ്രായേലിയർക്ക് പോലും കഴിഞ്ഞില്ല. എല്ലാ പ്രോത്സാഹനങ്ങളും കിട്ടിയിട്ടും കഴിഞ്ഞില്ല. സ്തോത്രം പ്രിയപ്പെട്ടവര്, സ്തോത്രം. എന്നാൽ മനുഷ്യനത് കഴിയല്ലെങ്കിൽ അത് നീങ്ങുകയില്ല. ഇത് ചെയ്യുന്നവർ ഇതിനാ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അത് നീങ്ങുകയില്ല. അത് നീങ്ങാത്തത് കൊണ്ട് നിവർത്തിച്ചേ തീരൂ. അപ്പോൾ മനുഷ്യന് പാപപരിഹാരം ലഭിക്കണമെങ്കിൽ ന്യായപ്രമാണം നിവർത്തിച്ചു മനുഷ്യനെ കൊണ്ടത് ഒട്ടുകയുമില്ല. അവിടെയാണ് സ്തോത്രം യേശു ക്രിസ്തു
ദൈവം താൻ തന്നെ മനുഷ്യനായി ഇവിടെ വന്നു. പ്രമാണം കൊടുത്തവൻ പ്രമാണത്തിന് മീതെയാണെങ്കിലും പ്രമാണം കൊടുത്തവൻ പ്രമാണത്തിന് കീഴ്പ്പെട്ടു വന്ന് ന്യായപ്രമാണത്തിന് കീഴേ ജനിച്ച് ന്യായപ്രമാണം തന്റെ ജീവിതം കൊണ്ടും തന്റെ യാഗമരണം കൊണ്ടും പൂർണ്ണമായും നിവർത്തിച്ചു. സ്തോത്രം. അതാണ് മത്തായി 5:17 എന്നെ വായിച്ച് നിങ്ങളെ ഓർമ്മിപ്പിച്ചാണല്ലോ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സ്തോത്രം. കർത്താവ് വന്നു, നിവർത്തിച്ചു. അതല്ലേ, അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ പ്രസിദ്ധമാക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് വന്ന് നമുക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയാതിരുന്ന ന്യായപ്രമാണത്തിന് നീതി നിവർത്തിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് വിശ്വസിക്കട്ടെ. അങ്ങനെ കർത്താവ് ആ നീതി നിവർത്തിച്ച്, അതാ 22-ാം സങ്കീർത്തനം. നമുക്കറിയാമല്ലോ, ക്രൂശിന്റെ സങ്കീർത്തനമാണല്ലോ 22-ാം സങ്കീർത്തനം. ക്രൂശീകരണത്തിന്റെ ഒന്നാം തരം ചിത്രമാണ് 22-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. പ്രവാചകന്മാർ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നതാണ്. സുവിശേഷകന്മാർ അത് വിവരിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ കൃത്യമായതും കൂടുതൽ വ്യക്തമായതുമായ ചിത്രം നമുക്ക് തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം. ആ 22-ാം സങ്കീർത്തനത്തിൽ എന്റെ ദൈവന്റെ കൈവിട്ടത് ഇങ്ങനെ ഇങ്ങോട്ട് എന്റെ കൈകളെ കാലത്ത് വെച്ച് വസ്ത്രം ഭാഗത്തെടുത്തു അംഗീകാച്ചു എന്നിട്ട് തീരുന്നു നോക്കിയേ. ഒരു സന്തതി അവനെ സേവിക്കും. സ്തോത്രം. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ജനിപ്പാനിരിക്കുന്ന ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. സ്തോത്രം. കർത്താവ് വന്ന് ന്യായപ്രമാണം നിവർത്തിച്ച് തന്റെ നീതി സ്ഥാപിച്ചു. ഹല്ലേലൂയ. അതാണ് അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെ ഭക്ഷിച്ച് ആരാധിക്കും. അടുത്തത്, പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ, തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്ത നമുക്കും അവന്റെ മുമ്പിൽ കുമ്പിട്ട്, സ്തോത്രം, അവനിൽ ഉള്ള ആത്മീയ ഭോജനം, അതാ ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്തോത്രം. അവനെ ഭക്ഷിച്ച്, സ്തോത്രം, നോക്കണേ, ഭൂമിയിലോട്ട് ഭക്ഷിച്ച് ആരാധിക്കും എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്തതിൽ ഒതുങ്ങുന്ന നല്ല ആരാധന. മുഴു ജീവിതവും യാഗമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ആരാധന. അപ്പോൾ 22-ാം സങ്കീർത്തനം ക്രൂശീകരണത്തിന്റെ സങ്കീർത്തനമാണ്. ക്രൂശിന്റെ സങ്കീർത്തനം നമുക്ക് പറയാം. ആ ക്രൂശിന്റെ സങ്കീർത്തനത്തിൽ, ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, ഇത് കണ്ടോ, അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. അങ്ങനെ നിവർത്തിച്ച നീതി, ആ നീതിയിൽ നമ്മൾ പങ്കാളികളാകുക. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം ഞാൻ പറഞ്ഞില്ലേ, സ്തോത്രം, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ന്യായപ്രമാണം പൂർണ്ണമായും അതിന്റെ തികവിൽ മെറ്റിക്കുലസ്ലി നിവർത്തിക്കുന്നവർക്ക് നീതീകരിക്കപ്പെടാൻ കഴിയുന്നതായിരുന്നു. സ്തോത്രം. അതാണ് ന്യായപ്രമാണം ആത്മികം. ഞാനോ ജഡമേൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. എന്റെ കൂടെ തന്നെ ഉണ്ട് എല്ലാരും. സ്തോത്രം. നോക്കണേ. അപ്പോൾ ന്യായപ്രമാണം അതിന്റെ പൂർണ്ണതയിൽ അതിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അത് പൂർണ്ണമായി നിവർത്തിക്കുന്നവർക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയുമായിരുന്നു. പക്ഷേ മനുഷ്യൻ ബലഹീനനായതുകൊണ്ട് അവന് കഴിഞ്ഞില്ല. അതിന്റെ പൂർണ്ണത നിവർത്തിക്കാൻ കഴിയാൻ എന്തുകൊണ്ടാണെന്നറിയാമോ? അത് വെറും ചടങ്ങുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. പ്രമാണം 10 കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞ കാര്യമല്ലോ. പുറപ്പാട് 20-ാം അധ്യായത്തിൽ അറിയാമല്ലോ, ആ 10 കൽപ്പന അവിടെയാണല്ലോ കൊടുക്കുന്നത്. അതിൽ ആദ്യത്തെ ചില വാക്യം ഞാൻ കാണിക്കാം. അതിന്റെ 5-ാമത്തെ വാക്യം, 6-ാം വാക്യം, 6-ാമത്തെ വാക്യം, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്. കണ്ടോ, ആ കൽപ്പന വെറുതെ അങ്ങ് ആചരിച്ചാൽ പോരാ. ദൈവത്തെ സ്നേഹിച്ച്
അവന്റെ വചനം പ്രമാണിക്കണം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, യാതൊരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ സ്തോത്രം, ഹല്ലേലൂയ, വേറൊന്നിനെയും ദൈവത്തെ പോലെ ദൈവത്തിന്റെ അത്രയും സ്നേഹിക്കുവാൻ പാടില്ല. ഞാനല്ലാതെ അന്യദൈവം, ദൈവം അതാ, ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കണം. ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കണം. അയ്യോ, എന്റെ കൂടെ തന്നെ ഉണ്ടേ നിങ്ങള്, സ്തോത്രം. അപ്പൊ സ്നേഹിച്ച് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണമായിരുന്നു. ഈ ദാവീദൊക്കെ സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അവൻ തെറ്റി, പരാജയപ്പെട്ടു പോയി. സ്തോത്രം, നോക്കണേ, ഹല്ലേലൂയ. അത് അവന്റെ ബലഹീനത അവന് ബോധ്യപ്പെടാൻ ഒരു അവസരം കൊടുത്തതാ. അതുകൊണ്ടാണ് അവൻ കണ്ണുനീരോട് ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ സ്തോത്രം, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു. സ്തോത്രം. അബ്രഹാം അവൻ ദൈവത്തെ വിശ്വസിച്ചു. നോക്കണേ, അപ്പോൾ ഈ സ്നേഹത്തിന്റെ പ്രായോഗിക തലമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അയ്യോ, എല്ലാരും എന്റെ കൂടെ തന്നെ ഉണ്ട്. സ്നേഹത്തിന്റെ പ്രായോഗിക തലമാണ് വിശ്വാസം. അപ്പോൾ ന്യായപ്രമാണത്തിലെ നീതി നമ്മളിൽ നിവർത്തിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണമായിരുന്നു. അതിന് മനുഷ്യന് കഴിഞ്ഞില്ല, ഇസ്രായേലിന് കഴിഞ്ഞില്ല. കഴിയാഞ്ഞതുകൊണ്ട് കർത്താവ് വന്നത് പൂർണ്ണമായും നിവർത്തിച്ചു. നമ്മൾ ഇന്ന് കർത്താവിൽ വിശ്വസിച്ച്, ഹല്ലേലൂയ, കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനായി നമ്മളെ തന്നെ യാഗമായി സമർപ്പിച്ച് ആ നീതിയിൽ ഓഹരിക്കാരാകുന്നു. അതാണ് ന്യായപ്രമാണത്തിൽ നീതി നമ്മൾ നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ സ്തോത്രം, അത് മനസ്സിൽ ചില സങ്കല്പത്തിൽ ഞാൻ അതിൽ ഉറപ്പായിരിക്കുന്നു എന്ന ആശയമല്ല. അയ്യോ, ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് നീതീകരണമാണ് ഞാൻ പറയുന്നത് കേട്ടോ. വിശ്വാസത്താലാ നീതീകരണം. എന്താ വിശ്വാസത്താൽ? സ്തോത്രം, അതാ ഞാൻ പറയുന്നത്. എന്റെ കൂടെ വരണേ നിങ്ങൾ, പ്ലീസ്. സ്തോത്രം. എന്താണ് വിശ്വാസം? നമ്മൾ ഇതാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഇല്ലാത്ത ഒരു കാര്യം ഉള്ളതുപോലെ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ ബൈബിള് പറയുന്ന വിശ്വാസം അതിനേക്കാൾ ഉപരിയായതാ. നമ്മൾ നോക്കേ, സാധാരണ വിശ്വാസം എന്ന് പറയുന്നത് ചില വസ്തുതയെ കുറിച്ച് മനസ്സിൽ ഉറപ്പായിരിക്കുന്നതാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ബൈബിള് പറയുന്ന വിശ്വാസം അതല്ല. ബൈബിൾ പറയുന്ന വിശ്വാസം ഒരു വ്യക്തിയോടുള്ള ബന്ധമാണ്. അതാ കർത്താവ് പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം, വസ്തുതകളല്ല വിശ്വസിക്കുന്നത്. സ്തോത്രം. കർത്താവ് വല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തുതയെ വിശ്വസിക്കാം. ആ വസ്തു വിശ്വസിക്കാൻ ദൈവത്തെ വിശ്വസിക്കുന്നതിന്റെ തെളിവാണ്. സ്തോത്രം. നിങ്ങൾ എന്റെ കൂടെ വന്നെ, ഞാൻ വേഗം ഒന്ന് പറഞ്ഞ് ഇതൊന്ന് വ്യക്തമാക്കി മുമ്പോട്ട് പോകാം. എന്റെ പൊന്നു സൗരങ്ങളെ, അല്ലെന്നുണ്ടെങ്കിൽ സ്തോത്രം, പ്രിയപ്പെട്ടവരെ, നമ്മള് ഓടിയതും അധ്വാനിച്ചു വെറുതെ ആയി പോയോ എന്ന് വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ വിശ്വസിക്കണം. പൗലോസ് എന്താ പറയണത്? തിമോഥെയോസിന് 1-ാം ലേഖനം, സ്തോത്രം, 1-ാം 12-ാം വാക്യത്തിൽ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ എന്തു വിശ്വസിച്ചിരിക്കുന്നു എന്നല്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. തിമോഥെയോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നെങ്കിൽ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. അപ്പൊ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവത്തെ വിശ്വസിക്കണം. അല്ല ചില വസ്തുതകൾ വിശ്വസിച്ചാൽ പോരാ. നമ്മള് യേശുക്രിസ്തു, ഇന്നലെ ഞാൻ വിശദീകരണം പറഞ്ഞ ഒരു ചോദ്യം ഒരു പ്രിയ സഹോദരൻ ചോദിച്ചത് നല്ല ഒന്നാമത്തെ ഒരു ചോദ്യം. അതായത് ദൈവത്തെ കുറിച്ച് അറിഞ്ഞാൽ പോരാ. പലപ്പോഴും എന്ത് ചെയ്യും? ദൈവത്തെ കുറിച്ചുള്ള വസ്തുതകൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുക അല്ല, ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പം
ദൈവത്തോടുള്ള ബന്ധത്തിൽ വരികയാണ്. That we come into that personal, intimate relationship with the Lord. അപ്പോൾ ഞാനൊന്ന് വ്യക്തമാക്കി തരാൻ ശ്രമിക്കട്ടെ. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരണേ പ്ലീസ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം എന്ന വ്യക്തിയെ വിശ്വസിക്കുകയാണ്. ദൈവത്തെ വിശ്വസിക്കുവാൻ എന്താണ് ദൈവത്തിന് യോഗ്യത? സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കാൻ ദൈവത്തിനുള്ള യോഗ്യത നമ്മൾ പറയത്തില്ലേ, എന്നെ ഒന്ന് വിശ്വസിക്കുന്ന പറയത്തില്ലേ, അതുപോലെ കർത്താവ് എന്നെ വിശ്വസിക്കുക. അപ്പൊ നമ്മളെന്ത് പറയും? വസ്തുതകൾ വിശ്വസിക്കാം. അങ്ങനല്ല. ഒന്ന്, ദൈവത്തിനുള്ള യോഗ്യതകൾ, ദൈവത്തെ കണ്ണടച്ച് വിശ്വസിക്കാനുള്ള യോഗ്യതകൾ. സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, മാറ്റം വരാത്തവനാണ്, ജീവൻ തന്ന് സ്നേഹിച്ചവനാണ്, ഒരിക്കലും തെറ്റു പറ്റാത്തവനാണ്. നോക്കണേ, സ്തോത്രം. അവനിൽ ഊവ് എന്ന് പറഞ്ഞാൽ ഊവ് എന്ന് തന്നെയാണ്. ഇത്രയൊക്കെ അങ്ങെടുത്താൽ ഇത്രയുള്ള ഒരാളെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കരുതോ? സ്തോത്രം. എല്ലാം അറിയുന്നവനും എപ്പോഴും കൂടെയുള്ളവനും എന്തിനും ശക്തനുമായ ഒരുവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അവൻ ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ചവനാണെങ്കിൽ, സ്തോത്രം, നമുക്ക് അവനെ 100% വിശ്വസിക്കരുതോ? അവിടെ ഞാനിങ്ങനെ ഒരു നിർവചനം പോലെ പറയാറുണ്ട്. absolute confidence in the unfailing goodness, love, care and immutability of God, which makes us to have perfect confidence in Him and which will enable us to give our whole life into His loving caring hands. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തിലും കരുതലിലും നന്മയിലും പിന്നെ മാറ്റമില്ലായ്മയിലും ദൈവം നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ, ജീവൻ തന്നെ സ്നേഹിച്ചവനാണ്. ഇങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മളുടെ സ്തോത്രം, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള നമ്മളുടെ ആ വലിയ ഉൾബോധം, ദൈവത്തെ ഓർക്കുക, ആ ഉൾബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സ്തോത്രം, ആ ദൈവത്തെ എനിക്ക് പകരം മരിക്കാൻ തയ്യാറായവനെ എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കരുതോ? ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിശ്വസിക്കുക. പക്ഷെ ഇന്ന് നമ്മൾ പലപ്പോഴും വസ്തുതകൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നവരും ഒക്കെ ആയിപ്പോയി. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. PPT എന്ന് പറയും. PPT എന്ന് പറഞ്ഞാൽ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, പവർ ഓഫ് പോസിറ്റീവ്, ക്രിയാത്മക ചിന്തയുടെ ശേഷി. അതാണ് പവർ ഓഫ്. ഈ മനുഷ്യന് ഒരാത്മജീവിയ, മനുഷ്യനിൽ ഒരു ക്രിയാത്മക ചേതനയുണ്ട്. മനുഷ്യനിൽ ക്രിയാത്മക ചേതന. there is a creative ability, capacity in man, every man. അവിടെ ഉദാഹരണം പറഞ്ഞാൽ, എനിക്കിപ്പോ തലവേദന ഇല്ല, സ്തോത്രം. എന്നാൽ ഞാൻ എന്നോട് തന്നെ ആത്മാർത്ഥത പാലിച്ച് അയ്യോ ഒരു 5 മിനിറ്റ് ഞാൻ പറയാ, എനിക്ക് എന്തൊരു തലവേദന എടുക്കുന്നു, എന്തൊരു തലവേദന, ചെന്നി പൊട്ടിപ്പോവുക, എന്റെ കണ്ണ് തുറക്കാൻ മിണ്ടാല, അയ്യോ തലവേദന. ഞാൻ ആത്മാർത്ഥമായിട്ട് 5 മിനിറ്റ് തലവേദനയാ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. ഇല്ലാത്തത് ഉള്ളതുപോലെ ആക്കി തീർക്കും. കേട്ടെ, സ്തോത്രം. എന്റെ ദൈവമേ, അതാ നമ്മളിൽ ഒരു ക്രിയാത്മക ചേതനയുണ്ട്. അതാണ് മനസ്സിന്റെ ധൈര്യം കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സിന്റെ ധൈര്യം കൊണ്ട്. അതാണ് ഈ യോഗയിലൊക്കെ ഉണ്ടല്ലോ, അവർ പറയുന്ന കുണ്ഡലിനി എന്ന് പറയും. കുണ്ഡലിനി എന്ന് പറഞ്ഞാൽ നടുവിന്റെ പിൻഭാഗത്തായിട്ടാണ് ആ ശക്തി ഇരിക്കുന്നത്. അതിന്റെ കേന്ദ്രം കുണ്ഡലിനി യോഗ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അയ്യോ എന്റെ പൊന്നു സൗരങ്ങളെ, നിങ്ങൾ ഹിമാചലിലൊക്കെ പോയാണ്ടല്ലോ ഇപ്പോഴും കാണാം. അതിപ്പോ ഇന്ത്യയിൽ ഇത് വർദ്ധിച്ചു വരിക. അതായത് മഹർഷിമാരൊക്കെ ഉണ്ട്. അയ്യോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പാ, ഈ 5-6 പാളി തോളയിലിട്ടുണ്ട് മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് ചോര ഉറഞ്ഞു പോകുന്ന തണുപ്പത്ത് ഇവര് നേരിയതുപോലെ ഒരു തോർത്ത് ചുറ്റിയിട്ട്
ഒരു കോമണനും കോമണവും കിട്ടി, ഒരു 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 പിന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കൊച്ചു ഒറ്റമുണ്ടും ചുറ്റി മേതിയടി ഇട്ടുകൊണ്ട് കൂളായിട്ട് നടക്കും. ഒരു എന്തിനാ അതുപോലും ഇല്ലാതെ മഞ്ഞ് വീഴുന്ന ഗുഹയ്ക്കകത്ത് ഇവര് തപസ് ചെയ്യും. അങ്ങനെ അറിയാമോ? അവരുടെ ആ മനസ്സിന്റെ ശക്തി കൊണ്ട്, അവനിലെ ആ ക്രിയേറ്റീവ് കപ്പാസിറ്റി, അവന്റെ ഉള്ളിലുള്ള ആ ആത്മസത്ത അങ്ങ് ജ്വലിപ്പിച്ച്, അതാ കുണ്ഡലിനി ജ്വലിപ്പിച്ച് അവന് അസാധാരണമായ കാര്യങ്ങൾ അവൻ ചെയ്യും. ഇതാണ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. ഈ പൊതുലോകത്തിൽ ഈ MBA ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കാറുണ്ട്. PPT, പവർ ഓഫ് പോസിറ്റീവ്. ഐ കൻ ഡു ദാറ്റ്, ഐ കൻ ഡു ദാറ്റ്, ഐ കൻ ഡു ദാറ്റ്, ഐ കൻ ഡു ദാറ്റ്, യെസ്. ഇങ്ങനെ പറഞ്ഞു അതാണ് ഇത് ഇല്ലാത്തോണ്ട്. എന്തിനു സൗകര്യങ്ങളെ തീയെ കൂടെ നടക്കും, തീ ജ്വലിച്ചു നിൽക്കുന്ന തീക്കലിന്റെ മുകളിൽ കൂടെ നടക്കും. ഈ IIM ഉള്ള കുഞ്ഞുങ്ങൾ ഒന്നിലധികം പ്രാവശ്യം ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ട്രെഞ്ച് കുഴിക്കും, അതിനകത്ത് ബേണിംഗ് കോൾ ഇങ്ങനെ നിറച്ചേച്ച് ഇവര് ബെയർ ഫുട്ടഡ്, ചെരുപ്പൊന്നുമില്ലാതെ നടന്നു വന്ന ഈ തീക്കനലിന്റെ ഈ തീ കഷണങ്ങളുടെ മുകളിൽ കൂടെ നടന്ന് അകപ്രഭു തിരിച്ചു നടക്കും. പാന്റിന്റെ അറ്റം കരിയും, കാല് കൊള്ളുകയില്ല. എങ്ങനെയാണെന്നറിയാമോ? അത് നമുക്കും ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിനുള്ള പ്രാക്ടീസ് കൊടുക്കുന്നത് കാലിന്റെ പൊത്തയുടെ മേളിൽ വരെ പിന്നെ മുങ്ങുന്ന അത്രയും വെള്ളം ഒഴുകുന്ന അരുവിയുണ്ട്. ആ അരുവി കൂടെ ഇവരെ ഇങ്ങനെ ബെയർ ഫുട്ടഡ് ആയിട്ട് ചെരുപ്പില്ലാതെ ഇങ്ങനെ നടത്തും. പല പ്രാവശ്യം നടത്തുമ്പോ അന്നേരം ആ കാലിൽ തോന്നുന്ന ആ ഫീലിംഗ് ഇവരുടെ മനസ്സിൽ ഇവരങ്ങ് രജിസ്റ്റർ ചെയ്യും. പല പ്രാവശ്യം ഇങ്ങനെ പല ദിവസങ്ങൾ ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ നടന്ന് പ്രാക്ടീസ് ചെയ്യും. ആ ചിന്ത അന്നേരത്തെ അവിടെ ആ മെന്റൽ ഫീലിംഗ് അത് മനസ്സിലങ്ങോട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഈ എക്സസൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പും ഇവരൊന്നും കൂടെ കുറച്ചു മുമ്പും ഇങ്ങനെ നടന്നിട്ട് അതങ്ങ് മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ന് ആ ചിന്തയെ അങ്ങോട്ട് റിലീസ് ചെയ്തുകൊണ്ട് ആ ചിന്തയോടുകൂടി ഇതിന്റെ മുകളിൽ കൂടെ നടന്നാൽ കാലെ തീ പൊള്ളുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, പാറ്റിന്റെ അറ്റം കരിയും. ഇതാണ് മെന്റൽ പവർ, മനസ്സിന്റെ ശക്തി. എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു. ഞാൻ നേരെയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സ്തോത്രം. ഇവിടെ ഇന്ന് നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത് അത് നമ്മളിലെ കഴിവിനെ ജ്വലിപ്പിക്കുക. അതല്ല, യഥാർത്ഥ വിശ്വസിക്കുന്ന ദൈവത്തിനങ്ങ് ആശ്രയിക്കുക. അയ്യോ, എന്നെ സ്നേഹിച്ചതിന്റെ കർത്താവ്, സ്തോത്രം, സകലവും എനിക്ക് വേണ്ടി കരുതുന്നത് എന്റെ ദൈവത്തിൽ നിന്ന് ഒരിക്കലും ഒരു ദോഷവും വരികയില്ല. അതാ എന്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവനെ അത്ര സ്നേഹിച്ചതാ. ജീവൻ തന്ന് സ്നേഹിച്ചവനെ എനിക്ക് 100% വിശ്വസിക്കരുതോ സഹോദരങ്ങളെ? അതാണ് ഗലാത്യരിൽ ഞാൻ ഒരു വാക്യം കാണിച്ചുതരാം. സ്തോത്രം. പരിച്ഛേദനയിലെ അഗ്രകർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യം. ഗലാത്യർ 5-6 വാക്യം. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രകർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. സ്തോത്രം. നീതീകരിക്കപ്പെടുന്നവൻ ആരാ? ദൈവത്തെ വിശ്വസിക്കുന്നവൻ. സ്തോത്രം. അത് ദൈവത്തോടുള്ള സ്നേഹം, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഉത്ബോധവൻ ഉണ്ടാകുന്നതാ. ദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധവൻ ഉണ്ടാകണം. അവൻ ദൈവത്തെ വിശ്വസിക്കണം. സ്തോത്രം. അവൻ ദൈവത്തെ സ്നേഹിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണേ, മനസ്സ് സുതാര്യമായി, ശാന്തമായി, ഹല്ലേലൂയ, കൂളായിട്ട്, ഒരു പിരിമുറുക്കവും ഇല്ലാതിരിക്കുന്നൊരവസ്ഥ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഒന്നിനെ കുറിച്ചും പറയേണ്ട. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു വലിയ ദൈവം, എന്റെ സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധം നമുക്കുണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് അവനെ അങ്ങ് വിശ്വസിക്കരുത്. ഞാനേ ഈ പറയുന്ന ഒന്നുകൊണ്ട് ഒത്തിരി പറഞ്ഞ് എന്നാലും കൊള്ളാവുന്നുണ്ട്. ഒന്നുകൂടെ വ്യക്തമാക്കാം. എൻ്റെ ഒരു സ്നേഹിതൻ
വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്നേഹിതൻ 77 ഞാൻ മദ്രാസിൽ കർത്താവിന്റെ പേരിലായിരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അവിടെ വന്നു, ഞങ്ങളുടെ ഓഫീസിൽ വന്നു, ഞങ്ങൾ വർത്തമാനം വന്നു കൂട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ, ഒരു സായിപ്പ, അദ്ദേഹം ആഫ്രിക്കയിലെ ഒരു ഉൾഭാഗത്തുള്ള ഒരു 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 വെരി ബെല്ലിജറൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കാളികളായിട്ടുള്ള ഒരു 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 ജനസമൂഹമാണ്. അവരുടെ ആ അവസ്ഥ കണ്ടിട്ട് അവരുടെ ഇടയിൽ പോയി സുവിശേഷം ചെയ്യാൻ താല്പര്യപ്പെട്ടു. ബൈബിൾ അവിടെ ഭാഷയോട് തർജ്ജമ ചെയ്യാൻ, അവിടെ ഭാഷയൊക്കെ പഠിച്ചു, ബൈബിൾ അവിടെ ഭാഷയോട് തർജ്ജമ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ അവരുടെ ഭാഷയിൽ വിശ്വാസം എന്ന് വാക്കില്ല. കാര്യം അവരാരും ആരെയും വിശ്വസിക്കത്തില്ല, വിശ്വാസം എന്ന് വാക്കില്ല. എടാ അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇവനൊരു വാക്ക് ഉണ്ടാക്കിയത് ഈ പിന്നെ വേർഡ് കോയിനേജ് എന്ന് പറഞ്ഞ ഈ ലിംഗ്വിസ്റ്റിക്സിൽ ഒരു പ്രത്യേക പരിശീലനമുണ്ട്. ഒരു വാക്ക് കോയിൻ ചെയ്യാം, പക്ഷെ അത് കോയിൻ ചെയ്യുമ്പോ തന്നെ മറ്റുള്ളവർക്ക് അത് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. പിന്നെ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കുന്നതിനകത്ത് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആളുകളോട് ഇങ്ങനെ അവനിക്ക് പലരും ഇങ്ങനെ സംസാരിച്ചു ഈ സായിപ്പം. അപ്പൊ ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരനോട്, സായിപ്പേ, നിങ്ങൾ പറയുന്ന ആശയം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാരുകസേര എന്ന് പറഞ്ഞാൽ മതി. ചാരുകസേര ചാരിക്കിടക്കാന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം പലരോട് മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഞാനിപ്പം നിങ്ങളുടെ വീട്ടിലോട്ട് വന്നു, സങ്കല്പം കേട്ടോ, നിങ്ങൾ ഒരു കസര ഇരുന്നാട്ട് ദൈവദാസനെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നപ്പോ ഈ കസര ഇങ്ങനെ സ്ക്വീക്കിംഗ് ആൻഡ് ക്രീക്കിംഗ്, ഒരു ചെറിയ കുരുക്കുവാട്ടും ഒരു ചെറിയ ശബ്ദം കേട്ടു. സങ്കല്പിക്കാം. ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങ് എഴുന്നേറ്റു, കാരണം ഇത് ഒടിഞ്ഞാലെന്ന് വിചാരിച്ചു. പറഞ്ഞു ദേവദാസന് ഒരു കുഴപ്പമില്ല, അതിന്റെ ഒരു സ്പ്രിങ്ങാ, അത് നല്ല കസേരയാ, അത് ഇരുന്നു. പിന്നെ ഞാൻ ഇരുന്നു, പിന്നെ ആ ശബ്ദം അങ്ങനെ പിന്നെ ഞാൻ എഴുന്നേറ്റു. ഒരു കുഴപ്പമില്ലെന്നേ, യു സിറ്റ് ഓൺ ഇറ്റ്, അത് ഇരിക്കാൻ, നിങ്ങൾ ഇരിക്കുക. നിർബന്ധം ഞാൻ പിന്നെ അത് ഇരിക്കുക. പിന്നെ ഇതിങ്ങനെ ഞരങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറയുക, എന്റെ 2 കാല് മുമ്പോട്ട് നീക്കിയിട്ട് ജസ്റ്റ് അതിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ മസിൽ പിടിച്ചിരിക്കും. എന്തിനാ? എന്റെ മുഴുവൻ ഭാരം അതിലോട്ട് ചെലുത്തുകല. ഇത് ഒടിഞ്ഞാലും എന്റെ കാല് ഒടിയരുതല്ലോ, എന്റെ കാല് എന്ന് ഇങ്ങനെ ഇരിക്കും. എന്നാൽ അതിന് പകരം അപ്പൊ ഞാൻ എത്രയും വേഗം എന്നാ ഒരു വാക്ക് സ്വാതന്ത്ര്യം ചെയ്ത് ഇറങ്ങാന്ന് പറഞ്ഞ് ഞാൻ വേഗം, ബിക്കോസ് ഐ ആം അൺഈസി. ഞാൻ അതല്ല സ്വസ്ഥമായിട്ടല്ല ഇരിക്കുന്നത്. എന്നാൽ ഞാൻ എന്റെ വീട്ടിൽ വന്ന് ചെരുപ്പൊക്കെ അങ്ങോട്ട് ഊരിയിട്ടേച്ച്, എന്റെ ഹോംലി ഡ്രസ്സൊക്കെ അങ്ങോട്ട് ഇട്ട്, എന്റെ ചാരകസറിലോട്ട് കയറി തലയൊക്കെ ചായച്ചു വെച്ച് എന്റെ മുഴുവൻ ഭാരവും ആ കസറിൽ ചെലുത്തി ശ്വസിച്ച് കിടക്കുന്ന ഓർത്തി. എവ്രി മസിൽ ഓൺ മൈ ബോഡി ഈസ് റിലാക്സ്ഡ്. എന്തൊരാശ്വാസം! ഹല്ലേലൂയ. അതാണ് റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുള്ള സകല ആശ്വാസവും കൊണ്ട്, സകല സമാധാനവും കൊണ്ട് നിങ്ങളുടെ ഉള്ളത്തെ നിറയ്ക്കുമാറാകട്ടെ. വിശ്വസിക്കുന്നതിൽ ഒരു ആശ്വാസമുണ്ട്, ഒരു സമാധാനമുണ്ട്. സ്തോത്രം. കാര്യം എന്നെ കരുതുന്ന ഒരു ദൈവം. അതാണ് ഞാൻ പറഞ്ഞ 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. നിങ്ങൾ പ്രത്യാശ സമൃദ്ധിയുള്ള വിശ്വസിക്കുന്ന സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം. വിശ്വസികൾ സകല സന്തോഷവും സകല സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നിറയണമെങ്കിൽ അതാ വിശ്വാസം നിറയുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എബ്രായർ 11:1 വരുന്നുണ്ട്. അവിടെ എന്താ നമ്മൾ കാണുന്നത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് സങ്കല്പിക്കുന്നതല്ലയോ വിശ്വാസം എന്ന് നിങ്ങൾ പറഞ്ഞെന്ന് വരാം. സ്തോത്രം. എന്റെ പൊന്നു സൗരങ്ങളെ, ഒരു വാക്യവും സന്ദർഭത്തിൽ പറിക്കരുത്. സ്തോത്രം. പിന്നെ 10-ാം അധ്യായത്തിന്റെ 35 ഇങ്ങോട്ട് വായിച്ചു വരണം. വായിച്ചു, നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ച ഭവിച്ചും ആ വക അനുഭവിക്കുന്ന കൂട്ടാളുകളെ ഇങ്ങനെ കഷ്ടങ്ങളാലും വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചല്ലാതെ സ്വർഗത്തിൽ ഉത്തമ സമ്പത്തുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകളെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് അതുകൊണ്ട് നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലാകുന്നു. സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ കഠിനമായ പീഡനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അവരെ ധൈര്യപ്പെടുത്താനാണല്ലോ എബ്രായ ലേഖനം എഴുതിയത്. അപ്പോൾ നോക്കണേ, നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയെ ഭവിച്ചു ആ വക അനുഭവിക്കുന്ന കൂട്ടാളെ ഇത്ര കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം. അങ്ങനെ കഷ്ടങ്ങൾക്കോടെ സമ്പത്തുകളെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു എന്ന് പറഞ്ഞാൽ സമ്പത്തുകളൊക്കെ വലിയ വന്ന് പിടിച്ചു പറിച്ചോണ്ട് പോവുക.
ഒരു വീടുണ്ട് അടുത്ത്. നമ്മള് അടുത്ത വീട്ടുകാരൻ ചോദിച്ചു, ആ വീട് എനിക്ക് ഇങ്ങനെ തരുന്നോ, നിങ്ങൾ വിൽക്കുന്നോ? അയ്യോ, ഞാൻ വിൽക്കുന്നില്ല. അതായത് ഇപ്പം അവര് നോക്കിയിട്ട് വേറെ നല്ല വീടൊന്നും കിട്ടില്ല. അവിടെ ഒരു മോൻ കല്യാണം കഴിച്ചിട്ട് അപ്പൊ അടുത്തടുത്ത് 2 വീട് കിട്ടണമെന്ന് ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉടനെ അവര് നമ്മൾ വിശ്വാസികളാ. വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി അന്ന് ഒരു നിരോധിക്കപ്പെട്ട മതമായി. നമ്മൾ ഉറ്റിക്കൊടുത്തു. നമ്മളിവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി, അകത്തിട്ടു. വർഷങ്ങളകത്ത് കിടന്നപ്പോൾ അവരെന്തോ ചെയ്തു, അവർ വന്ന് നമ്മൾ ഈ സ്ഥലം അങ്ങ് കൈക്കലാക്കി. ഈ സ്ഥലം അവരെ കൈവശപ്പെടുത്തി. നമ്മള് അടുത്ത ചക്രവർത്തി വന്നപ്പോ നമ്മളെ സ്വതന്ത്രരാക്കി വിട്ടു, ഇറങ്ങി വന്നു. നമ്മൾ ഇറങ്ങി നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോ അയ്യോ, അവര് രണ്ടും കൂടെ ചേർത്ത് മതിലും കെട്ടി. അയ്യോ, ഇത് ഞങ്ങളുടെ വീടാണെങ്കിൽ തന്നെ പൊക്കോളാ പറഞ്ഞു ഓടിച്ചു വിട്ടു. നമ്മളാണ് എന്തോ ചെയ്യും, അവിടെ നിന്നോണ്ടൊന്ന് മുടിയാൻ അനുഭവിക്കായിരുന്നേലും പറഞ്ഞേച്ചാ പോവുള്ളൂ. നീ ദൈവമേ ചോദിക്കണേന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചേച്ചാ പോവുള്ളൂ. എന്നാൽ അവരെന്തോ ചെയ്തു, സമ്പത്തുകളെ അപഹാരം സന്തോഷത്തോടെ. എന്താ, സ്വർഗത്തിൽ ഉത്തമ സമ്പത്തുണ്ട്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പിന്നെ എന്നാ ഉറപ്പ്? ആ വാഗ്ദത്തം ചെയ്തവനെ ഞാൻ വിശ്വസിക്കുന്നു. 11-ാം അധ്യായത്തിൽ ഒരൊറ്റ വ്യക്തി പോലും ഇല്ലാത്തത് സങ്കല്പിച്ചതല്ല. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ വീഴ്ചവാളാൽ അറുക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളെ കോലാടുകളെ തോൽ ധരിച്ചു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, മലമ്പാറകൾ ഉഴന്നു നടന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉഴന്നു നടക്കുമ്പോൾ അവർ വിശ്വസിച്ചവരാ. ചിലര് വിശ്വസിച്ചിട്ട് സ്ത്രീകൾ തങ്ങളെ മരിച്ചവരെ ഉയർത്തുമ്പോൾ തിരികെ കിട്ടി. വേറെ ചിലർ ഏറെ നല്ല ഉത്ഥാനം ലഭിക്കണന് ഏറെ നല്ല ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഉത്ഥാനം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു, വാളാൽ കൊല്ലപ്പെട്ടു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. സ്തോത്രം. ഇങ്ങനെ പോകുമ്പോൾ ഈ നോക്കണേ, വാളാൽ കൊല്ലപ്പെട്ടവരും വിശ്വസിക്കുക, ഈർച്ചവാട് കൊണ്ട് അറുക്കുമ്പോഴും. സ്തോത്രം. യെശയ്യാവിനെ ഈർച്ചവാൾ കൊണ്ട് അറുത്തുവെന്നാണ് ചരിത്രം പറയണത്. യെശയ്യാ പ്രവാചകനെ അങ്ങനെ ഒത്തിരി പേരെ അറുത്തു വന്നു ഈർച്ചവാൾ കൊണ്ട്. തലയുടെ ഇപ്പോ ഈ പഞ്ഞിയുടെ തടി പോലെ കട്ടി കുറഞ്ഞ തടിയൽ ഈ ഭക്തനെ വരിച്ചു വിട്ടു വെക്കും. തലേന്ന് 2 അടി നീണ്ടിപ്പോണ്ട് തെള്ളുകാവലിക്കാത്തിൽ. അങ്ങനെ ആയിരുന്നില്ല പണ്ടത്തെ. ഇന്നല്ലേ ഈ സോമിലൊക്കെ ഉള്ളത്. അറുത്തറുത്തൊരു തലയിലോട്ട് കയറാൻ നേരത്ത് ഇവനൊരു ഭയങ്കര വിശ്വാസിയാണെങ്കിൽ അടുത്ത് ഇങ്ങനെ നിരത്തി കിടത്തിയൊക്കെ അറുക്കാനായിട്ട് ദൈവം അനുഭവിച്ചു. അയ്യോ, ദൈവം അനുഭവിച്ച ബ്രദറെ, അയ്യോ, തലേന്ന് മുടി വീഴുന്ന പോലെ ദൈവം അറിയാതല്ലെന്ന് പറയുന്നുണ്ടല്ലോ. അതേ ബ്രദർ, ഇതും അറിയുന്നുണ്ട്. അയ്യോ, എന്താ ദൈവത്തെ വിടുവിക്കാൻ കഴിയും? തീർച്ചയായിട്ടും വിടുവിക്കാൻ കഴിയും. പക്ഷെ എന്താ വിടുവിക്കാത്തത്? ഇത് നന്മയായതുകൊണ്ട് പറ, അത് നന്മയാണ്. അയ്യോ, ഇതിനകത്ത് എന്താ നന്മ? ഏറെ നല്ല ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അത് വാഗ്ദത്തം ചെയ്തവനെ ഞാൻ വിശ്വസിക്കാൻ. അതെ, എന്റെ കർത്താവേ, അങ്ങന്ന് വാഗ്ദത്തം ചെയ്താണല്ലോ, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏറെ നല്ല ഉയർത്തെഴുന്നേൽപ്പ് അങ്ങന്ന് വാഗ്ദത്തം ചെയ്ത അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. കാണാത്ത അതിനെക്കുറിച്ച്, ഏറെ നല്ല ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, ഉത്തമ സമ്പത്തിനെ കുറിച്ച്, സ്തോത്രം, ഉറപ്പായിരിക്കുന്നതാണ്. സ്തോത്രം. വാഗ്ദത്തം ചെയ്തവനെ വിശ്വസിക്കുന്നുള്ളതിന്റെ തെളിവ്. സ്തോത്രം. ഇങ്ങനെ വിശ്വസിച്ചവരുടെ നീണ്ട ലിസ്റ്റ് പറഞ്ഞേച്ചു കേട്ടോ. പിൽക്കാലത്താണ് അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ചത് നമുക്കറിയാമല്ലോ. 12-ാം അധ്യായം 1 പറയുമ്പോൾ, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അടുത്തത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമുക്കിങ്ങനെ പറയാം, 11-ാം അധ്യായം മുഴുവൻ 12-ന്റെ 2 പറയാൻ പശ്ചാത്തലം ഒരുക്കുകയാണ്. ഇതാ, വിശ്വസിച്ചവർ ഇത്രയും പേര് നിൽക്കുന്നു. പക്ഷെ ഇവരെ ആരുമല്ല നോക്കേണ്ടത്. ഇവരാരും പൂർത്തി പ്രാപിച്ചവരല്ല. ഇവരാരും രക്ഷാപൂർത്തി പ്രാപിച്ചവരല്ല. ഇവര് വിശ്വസിച്ചവരും സാക്ഷികളുമാണ്. സ്തോത്രം. വിശ്വസിച്ച, സ്തോത്രം, ഭക്തന്മാർ, സ്തോത്രം, വിശ്വാസയോഗ്യനായ കർത്താവിന്റെ സാക്ഷികളാ. അവരെ അല്ല നോക്കേണ്ടത്, വിശ്വാസത്തിന്റെ നായകനെ നോക്ക്. പൂർത്തി വരാത്തവരെയല്ല നോക്കേണ്ടത്, പൂർത്തി വരുത്തുന്നവരെ നോക്ക്. 12-ന്റെ 2 പറയാൻ പശ്ചാത്തലം ഒരുക്കുകയാണ് 11-ാം അധ്യായം മുഴുവൻ. യഹൂദ റബിമാർ അതിനെ പറയുന്നത് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ. വെള്ളിത്താലം ഒരുക്കുകയാ 12-ന് 2 പൊന്നാരങ്ങ വെക്കാൻ. സ്തോത്രം.
കർത്താവിനെ വിശ്വസിക്കാമോ? ഹല്ലേലൂയ. അയ്യോ, ഞാൻ പറഞ്ഞു വ്യക്തമാണ്. ദൈവത്തെ വിശ്വസിക്കണം. നീതീകരിക്കപ്പെടണമെങ്കിൽ കാൽവരി വെളിപ്പെടുത്തപ്പെട്ട ദൈവ സ്നേഹം അംഗീകരിക്കണം. ദോഷിയായ, പാപിയായ, അയോഗ്യനായ, സ്തോത്രം, എന്നെ, സ്തോത്രം, ശത്രുവായിരുന്ന എന്നെ എന്റെ കർത്താവ് സ്നേഹിച്ചു. അതല്ലേ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. സ്തോത്രം. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, പക്ഷെ ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ. നമ്മൾ പാപികളാ, ദോഷികളാ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. കർത്താവിനെ പറഞ്ഞാൽ യോഹന്നാൻ 15:13 പറഞ്ഞു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിന് വലിയ സ്നേഹമില്ല. അത് മനുഷ്യന്റെ സ്റ്റാൻഡേർഡാ. സ്നേഹിതന് വേണ്ടി അവൻ മരിക്കാൻ തയ്യാറാകും. പക്ഷെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അതിലും ഹയറാണ്. എന്താ ഹയർ സ്റ്റാൻഡേർഡ്? പാപിക്ക് വേണ്ടി മരിക്കുക, ശത്രുവിന് വേണ്ടി മരിക്കുക. തൊട്ടടുത്ത വാക്യമുണ്ട് റോമർ 5-ൽ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ഒരു പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് എതിർപ്പ് വന്നു. ശത്രുക്കളായിരുന്നു നമ്മൾ ദൈവത്തോട് ശത്രുതയിലായിരുന്നു. ആ ശത്രുക്കളായ നമ്മളോട് ദൈവം ക്ഷമിച്ചു, അല്ലെങ്കിൽ ശത്രുക്കളായി നമ്മെ വിടുവിക്കുവാൻ നമുക്ക് പകരം മരിച്ചു. അതാണ് ദൈവസ്നേഹം. ദൈവസ്നേഹത്തിന്റെ ശ്രേഷ്ഠതയത, ദോഷം കണക്കിടാത്ത ബന്ധമത. എന്റെ പൊന്നു സഹോദരങ്ങളെ, ലോകമെമ്പാടുള്ള മലയാളി സഹോദരങ്ങൾക്ക് അവരെ നടുക്കുന്ന ഒരു സംഭവമായിരുന്നല്ലോ വെഞ്ഞാറുമുട്ടി നടന്നത്. 6 പേരെ ഒരു ചെറുപ്പക്കാരൻ മദ്യലഹരിയിലോ എന്താണ് അവന്റെ പ്രത്യേക അവസ്ഥയിൽ ചൂറ്റിയും കൊണ്ട് തലക്കടിച്ചു കൊന്ന്. അയ്യോ, നമ്മൾ കണ്ടു. ഒരു ചെറുപ്പക്കാരൻ ആദ്യം അവനെ അടിച്ചത് അവന്റെ അമ്മയെ. അവര് ക്യാൻസർ പേഷ്യന്റ്, അമ്മയുടെ തലയ്ക്കാണ് അടിച്ചത്. അവര് മരിച്ചില്ല, ബാക്കി 5 പേര് മരിച്ചു. ഈ ആദ്യം തലയ്ക്കടിച്ച ഈ അമ്മ മരിച്ചില്ല. അമ്മയെ ബോധം കിട്ടുപോയി, ഹോസ്പിറ്റലാക്കി. ഭർത്താവ് വിദേശത്ത് നിന്ന് ഭർത്താവ് വന്നപ്പോൾ ഭാര്യയെ കാണാൻ ചെന്നപ്പോ അപ്പോഴേക്കും ഇവർക്ക് ബോധം തെളിഞ്ഞിരുന്നു. ദിവസങ്ങൾ കോമായി കിടന്നേച്ച് അവർക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ ഭർത്താവിനെ കണ്ടപ്പോൾ അവരാദ്യം ചോദിച്ചത്, എന്റെ കുഞ്ഞുങ്ങളല്ലേ എന്തി? അടുത്ത് പറഞ്ഞു എന്താണെന്നറിയാമോ? നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? അടുത്ത് പറഞ്ഞത്, ഞാൻ കട്ടിലേന്ന് വീണപ്പം എന്റെ തല പൊട്ടിയെന്ന്. സ്വന്തം മകൻ ചുറ്റിയെ കൊണ്ട് തലയുടെ പിൻഭാഗത്താഞ്ഞടി. പക്ഷെ പറഞ്ഞ എന്തുവാ? ഞാൻ കട്ടിലേന്ന് വീണു. ദോഷം കണക്കിടാത്ത ബന്ധം. മനുഷ്യന് അതിന് കഴിയും, മനുഷ്യന് കഴിവുണ്ട്. ദോഷം കണക്കിട. അതാ 1-13 അധ്യായത്തിൽ. സ്നേഹം സ്പർശിക്കുന്നില്ല, നിഗളിക്കത്തില്ല, ചീർക്കുന്നില്ല, അയോഗ്യമാർക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നു, ദോഷം കണക്കിടുന്നില്ല. ഇതിൽ സന്തോഷിക്കുക, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. സ്തോത്രം. ഈ സ്നേഹം, ദോഷം കണക്കിടാത്ത സ്നേഹം. ശത്രുക്കളായിരിക്കുമ്പോൾ, നാം ദൈവത്തെ കോപിപ്പിക്കുന്നവരായിരിക്കുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ നമുക്ക് പകരം മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ദിവ്യ സ്നേഹം. ആ സ്നേഹം തിരിച്ചറിയണം, ആ സ്നേഹത്തിന്റെ ദർശനം കാണണം. ഇങ്ങനെ എന്നെ സ്നേഹിച്ച എന്റെ കർത്താവിനെ ഞാൻ 100% വിശ്വസിക്കുന്നു. ചില വസ്തുതകൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചത് കൊണ്ടായില്ല. വസ്തുതകൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചത് കൊണ്ടായില്ല. പിന്നെയോ സ്തോത്രം, ദൈവം എന്ന വ്യക്തിയുടെ നന്മയിലും സ്നേഹത്തിലും കരുതലിലും മാറ്റമില്ലായ്മയിലും സർവജ്ഞാനത്തിലും, സ്തോത്രം, സർവവ്യാപിത്വത്തിലും സർവശക്തിയിലും 100% ഉറപ്പുണ്ടായിട്ട് ആ ദിവ്യ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ബന്ധമാണ് വിശ്വാസം. സ്തോത്രം. അതാ ക്രിസ്തുവിലാകുന്നത്.
ക്രിസ്തുവിലാകുന്നവൻ. ആ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. ചില വസ്തുതകൾ വിശ്വസിച്ചുകൊണ്ടല്ല. സ്തോത്രം. വസ്തുക്കൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചോ, കാര്യം മനസ്സിൽ നിന്ന് അംഗീകരിച്ചിട്ടേ ഹൃദയത്തോട്ട് കിടക്കുള്ളല്ലോ. സ്തോത്രം. അദ്ദേഹം ദേഹി ആത്മാവെന്നുള്ളതിന്റെ കൂടുതൽ വിശകലനത്തിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. വസ്തുതകൾ നമ്മൾ ആദ്യം ഉൾക്കൊള്ളുക. വസ്തുതകൾ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ സ്തോത്രം ആ ഹൃദയ ബന്ധത്തിലേക്ക് കടക്കുന്നത്. ഇതാണ് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഗലാത്യർ 5:6. എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിൽ എത്ര പേര് കർത്താവിനെ ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്? How many of you do have that intimate, cordial, warm, sincere love for the Lord? സ്തോത്രം. കാൽവറിയിൽ നമുക്ക് പകരം മരിച്ചേച്ച് പറയേ, എന്നെ വിശ്വസിക്കാൻ, എന്നെ വിശ്വസിക്കാന്ന് പറഞ്ഞു. എന്റെ പാപം വഹിച്ചുകൊണ്ട് എനിക്ക് പകരം മരിച്ചേച്ച് എന്നെ വിശ്വസിക്കാൻ പറഞ്ഞപ്പോൾ, അപ്പൊ ഞാൻ ചില വസ്തുതകൾ, ശരി, സ്വർഗമുണ്ട്, പളുങ്ക് നദിയുണ്ട്, ജീവവെച്ച വൃക്ഷമുണ്ട്, എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഫിസിക്സിൽ പറഞ്ഞല്ലോ, അല്ലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞല്ലോ, മറ്റു വലിയ 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 സ്ഥലങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വർഗമുണ്ട്, സ്വർഗത്തിൽ ഇതൊക്കെ ഉണ്ട്. യേശു പറഞ്ഞു അവനിൽ വിശ്വസിക്കുന്നതിനെ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ വസ്തുതകൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നതല്ല വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇതാ നീതീകരിക്കുന്ന വിശ്വാസം. സ്തോത്രം. അല്ല നമ്മൾ വെറുതെ എന്താണ് പറയുന്നേ, ആ ബന്ധമില്ലാതെ, കർത്താവിനുള്ള ബന്ധമില്ലാതിരുന്ന പോരാ. കർത്താവിനുള്ള ആ ഹൃദയ ബന്ധമുണ്ടാകണം. അതാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ച ചോദ്യത്തിലെ അർത്ഥം. മനസ്സുകൊണ്ട് ചില വസ്തുതകൾ കർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇതിൽ പറഞ്ഞില്ലേ, ക്രിസ്റ്റോളജിയിൽ 2-3 PhD എടുക്കാം, പക്ഷേ ഹൃദയബന്ധമുണ്ട്. അതാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ടിട്ട് പറയുകയും ചെയ്യണം. എന്നിട്ട് ആ മരണത്തിൽ പങ്കാളിയാണ്. ക്രിസ്തുവിനെ ധരിക്കണം, ക്രിസ്തുവിലാകണം. സ്തോത്രം. എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളുടെ മുഖം കാണാമായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാമായിരുന്നു. സ്തോത്രം. എങ്കിലും സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ വാക്കുകളിൽ കുറവായുള്ളത് ഹൃദയത്തിൽ പൂരിപ്പിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ വിശ്വസിക്കാൻ, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ച് പിറുപിറുക്കുകയില്ല. ഇയ്യോബിനെ നോക്ക്, എന്തൊരു കഷ്ടത്തിലൂടെ പോയത്, എന്തൊരു കഷ്ടത്തിലൂടെ പോയത്. കഷ്ടപ്പെട്ട് പോയപ്പോൾ ഇങ്ങനെ എന്റെ ത്വക്ക് ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും, എന്റെ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട കാനവച്ചൻ ഞങ്ങളുടെ പേഴ്സണൽ ടോക്കിൽ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ആത്മവിഷയങ്ങളാണ് ഇതുപോലെ സംസാരിക്കുന്നതൊക്കെ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതെ, ഈ ക്രിസ്തീയ കഷ്ടത ഒരു പ്രോബ്ലം അല്ല, ക്രിസ്തീയ കഷ്ടത ഒരു മർമ്മമാണ്. തെറ്റോന്നുണ്ടോ? ജീവിതത്തിൽ കഷ്ടങ്ങളുടെ ഇപ്പം പറയാമല്ലോ, ആസാഫ് 73 സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നു, ദുഷ്ടമാണ് സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരം, അസ്വീത, എനിക്ക് വേദന ഒട്ടുമില്ല, തടിച്ചുരുട്ടിരിക്കുന്നു. എനിക്കോ, ഞാൻ വിശ്വസ് തോറും ദണ്ഡിപ്പിക്കപ്പെടും. ഒരുത്തന്നെ ഇച്ചിരി സുഖം, ഒരു രോഗിക്ക് ഇച്ചിരി സുഖം ഉണ്ടാവില്ല രാവിലെയാ, അന്നേരം ഞാൻ ദണ്ഡിപ്പിക്കപ്പെടുക. ഒടുവിൽ ഞാൻ ദൈവത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവിടെ അന്ധബന്ധം ചിന്തിച്ചു. നിശ്ചയമായി നീ ഒരു വഴിവെപ്പ് നിർത്തും. എന്റെ കാര്യമോ, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. സ്തോത്രം. അവൻ എന്നെ നടത്തും, കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു സ്നേഹിതനായി കർത്താവിനെ അറിയാവുന്ന എത്ര പേരുണ്ട്? നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. സ്തോത്രം. നിന്റെ നീതിയാൽ അവൻ തന്റെ നീതിയാൽ എന്നെ നടത്തും.
പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്തോത്രം. അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുക. ആ വിശ്വാസമാണ് നീതീകരിക്കുന്ന വിശ്വാസം. മഹാദോഷിയായ ഒരു മനുഷ്യനെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നീതീകരിക്കുമ്പോൾ കർത്താവിന് നീതി മുഴുവൻ അവന്റെ പേരിൽ കണക്കിടുകയാണ്. അത് ന്യായപ്രമാണത്തിന്റെ നീതി അവനിൽ നിവർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്തോത്രം, ഞാൻ ഇച്ചിരി വിശദമായിട്ട് കാര്യം പറഞ്ഞത് നമുക്ക് അവസരം വരുന്നത് അതുകൊണ്ടാണ്. സ്തോത്രം. കർത്താവിനെ വിശ്വസിക്കുവാൻ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തിയെന്ന് വിചാരിച്ചൊന്നും. പിന്നെ ഭൗമിക കാര്യ സാധ്യത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കുന്നു, അതുകൊണ്ടൊന്നും രക്ഷ പ്രാപിക്കില്ല. സ്തോത്രം. നിങ്ങൾ സ്നാനപ്പെട്ടത് എന്തിനാ സ്നാനപ്പെട്ടത്? ക്രിസ്തുവിനെ ധരിക്കാനല്ലേ? ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകാനല്ലേ? ക്രിസ്തുവിലാകാനല്ലേ? സ്നാനം കൊണ്ട് ക്രിസ്തുവിലാകുന്നൊന്നും വരുന്നില്ല. ക്രിസ്തുവിലാകുന്നതിന്റെ ഒരു അടയാളമാണ്. അതല്ലേ ഗലാത്യർ 3:27. സ്തോത്രം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം പറ്റുവാൻ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാനിപ്പോ ഈ ഷർട്ട് ധരിച്ചിരിക്കുമ്പോ ഈ ഷർട്ടിനകത്താ ഞാൻ കർത്താവിനെ ധരിക്കുക. ഞാൻ കർത്താവിലായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്റെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷാവിധി എന്നിൽ നിവർത്തിച്ച് ഞാൻ മോചിതനായി. അതാണ് കൊരിന്ത്യർക്ക് 2:5 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അതിന്റെ 10-ാം വാക്യം വരെ നിങ്ങൾ വായിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവരെ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിയുമെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തരം ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു, ക്രിസ്തുവിനായി. അതാണ് ഗലാത്യർ 2:22 വായിക്കുന്നു. സ്തോത്രം. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചെന്ന ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നു. സ്തോത്രം. ഗലാത്യർ 2:22. സ്തോത്രം. എന്റെ പുര സൗരങ്ങളെ, ഹല്ലേലൂയ. സോറി, ഗലാത്യർ 2:20 ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. 20. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസം അത്ര ജീവിക്കുന്നത്. നമ്മളിൽ എത്ര പേര് ക്രിസ്തുവിനോട് മരിച്ചതാണെന്നും ക്രിസ്തുവിനോട് അടക്കപ്പെട്ടതാണെന്നും, സ്തോത്രം, ക്രിസ്തുവിനോട് ഉയർത്തുന്നതാണെന്നും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണെന്നും ക്രിസ്തുവിലായെന്നും. ക്രിസ്ത്യാനി ആയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, പെന്തക്കോസ്തനായോ എന്നല്ല ചോദിക്കുന്നത്, മുങ്ങിയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഒരിക്കൽ ഒരാളിനോട് ഞാൻ ചോദിച്ചു, ബ്രദർ എന്തിനാ സ്നാനപ്പെട്ടത് ചോദിച്ചു. അത് ശിശുസ്നാനം ശരിയല്ലാത്തോണ്ട് ഞാൻ സ്നാനപ്പെട്ടു. ശ്രദ്ധിക്കണേ. സ്തോത്രം. ശിശുസ്നാനം ശരിയല്ലാത്തോണ്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ അതൊരു റിയാക്ഷൻ ആയിരുന്നു. ശിശുസ്നാനത്തിൽ വന്ന ആകായ്മകള്, പരിമിതികൾ പരിഹരിക്കാനായിട്ട് സ്നാനപ്പെട്ടു. അതുപോരാ, ക്രിസ്തുവിന്റെ മരണത്തോടെ ഏകീഭവിക്കുവാൻ, ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ, എന്റെ പഴയ പാപ പ്രകൃതത്തിന് മരിച്ച് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി പുനരുദ്ധരിക്കപ്പെടുവാൻ. സ്തോത്രം. അങ്ങനെ പുനരുജ്ജീവിക്കുന്ന സ്തോത്രം ഒരു ദൈവവൈതൽ, അതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഈ രക്ഷാദത്ത ശാസ്ത്രം എന്ന് പറയുന്നത് ഭയങ്കര ആഴമായ വിഷയമാണ്. അതില് നീതീകരണത്തിന്റെ ഫലമായി വീണ്ടും ജനനാനുഭവം ഉണ്ടാകും. ഈ ആഴമായ ആത്മീയ സത്യങ്ങൾ ലളിതമായി നമുക്ക് മനസ്സിലാക്കി തരേണ്ടതിന് ഭൗമികമായ സാദൃശ്യങ്ങൾ ഉപയോഗിക്കുന്ന പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതിയാണ്. നോക്കണേ. അപ്പോൾ ഈ ജനനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ജനനം അതായത് അമ്മയുടെ ഗർഭത്തിൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ വളർന്നു വരുന്ന ഒരു ശിശു. പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ വളർന്നു വരുന്ന ഈ ശിശു നിശ്ചിത സമയത്ത് പുറം ലോകത്തേക്ക് വരുന്നു. അതുവരെ ഇവന് പുറത്തൊരു ലോകം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ.
അന്ന് വരെ ഇവന് ചൂടോ തണുപ്പോ അനുഭവിച്ചിട്ടില്ല. അന്ന് വരെ ശബ്ദം കേട്ടിട്ടില്ല കാര്യമായിട്ട്. അന്ന് വരെ കയ്പോ മധുരമോ അനുഭവിച്ചിട്ടില്ല. ഒന്നും അനുഭവിച്ചിട്ടില്ല. പുറത്തൊരു ലോകം ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്ന ഈ ശിശു നിശ്ചിത സമയമാകുമ്പോൾ പുറം ലോകത്തേക്ക് വരുന്നു. പുറം ലോകത്തേക്ക് വരുമ്പോൾ 2 ശ്വാസകോശം നിറച്ച് ഈ കുളിർന്ന വായു വലിച്ചെടുക്കുന്നു. വെളിച്ചം കാണുന്നു. ഒരു കുളിരുന്നു, ഒരു വെപ്രാളം, ഒരു വിപ്രതി, ഒരു പുതിയ ലോകം, ഒരു ഗുസ്തി, ഒരു ലഹള, ഒരു കൊച്ചു മത്സരിയെ പോലെ ഗുസ്തി പിടിച്ചു. ഇതുപോലെ ഒരു പാപിയായ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, സ്തോത്രം, പുറം ലോകവുമായി ഈ ലോകത്തിന് അപ്പുറത്തൊരു ലോകമുണ്ടെന്ന് അവന് ചിന്തയില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവന് വിചാരമില്ല, ചിന്തയില്ല, അതിനുവേണ്ടിയുള്ള ഒരുക്കമില്ല. അവൻ ദൈവത്തെ വിളിക്കുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നന്നായി നടക്കാൻ വേണ്ടി മാത്രമാണ്. മീൻസ് വരുവാൻ ലോകത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി, സ്തോത്രം, ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും അവന് സ്പർശിക്കപ്പെടുന്നു. അവൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാ അവൻ പാപിയാണെന്നും, സ്തോത്രം, ദൈവത്തിന്റെ നീതി പ്രാപിക്കേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ ന്യായവിധി വരുന്നു എന്നുള്ള തിരിച്ചറിവ് അവന് കിട്ടുന്നു. ആ തിരിച്ചറിവ് അവനുണ്ടാകുമ്പോൾ അവൻ അവന്റെ അവസ്ഥയെ ഓർത്ത് ദുഃഖിക്കുന്നു, അനുതപിക്കുന്നു. സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് തന്നെ യേശുവിനെ കുറിച്ച് സാക്ഷിക്കുന്നു. അവന്റെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷാവിധിയിൽ നിന്ന് അവനെ വിടുവിക്കേണ്ടതിന് അവനോടുള്ള സ്നേഹനിമിത്തം അവന്റെ സൃഷ്ടാവ്, അവന്റെ ഉടമസ്ഥനും അവനെ കരുതുന്നവരും, സ്തോത്രം, അവനെല്ലാം എല്ലാമായി തീർന്ന കർത്താവ് അവന് പകരം ക്രൂശിൽ യാഗമായ ചിത്രം പരിശുദ്ധാത്മാവിന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആ ക്രൂശിന്റെ ദർശനം, ദൈവസ്നേഹത്തിന്റെ വെളിപ്പാട് അവർ പ്രാപിക്കുമ്പോൾ, അവൻ തന്നെ കർത്താവിനായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, അവൻ ഇവിടെ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ഈ ആയുസിൽ, ഈ ജീവിതത്തിൽ അവൻ അനുഭവിക്കാൻ തുടങ്ങുന്നു. ഒരു പുതിയ ലോകത്തേക്കുൾ പ്രവേശിച്ചതുപോലെ, ഒരു പുതിയ അനുഭവം ഉണ്ടായതുപോലെ. സ്തോത്രം. എന്നെ കേൾക്കുന്നതിന് ദൈവമക്കളെ, സ്തോത്രം. അതാണ് പരമാർത്ഥമായി വീണ്ടും ജനിക്കുമ്പോൾ ആളുകൾ കരയും. ഞാൻ ഓർക്കുന്നുണ്ട്, 1963 ഫെബ്രുവരി മാസം 3-ാം തീയതി ഞായറാഴ്ച രാവിലെ ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ വെച്ചാണ് ആഴമായ പാപബോധം ഉണ്ടായി. എന്റെ ബാലഹൃദയത്തിൽ പരിശുദ്ധാത്മാവ്, സ്തോത്രം, എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ പ്രസാരിച്ചത്. സ്തോത്രം. ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടായത്. പാപിയാണെന്ന് തിരിച്ചറിവ് കൊച്ചു പയ്യന്, കുഞ്ഞാ. സ്തോത്രം. നോക്കണേ, അപ്പൊ വലിയ മഹാദോഷമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ ഒക്കുന്നില്ല. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഉൾബോധം എനിക്കുണ്ടായി. സ്തോത്രം. എന്നെക്കുറിച്ച് തന്നെ എനിക്ക് അപകർഷതാബോധം ഉണ്ടായി. സകലവും അറിയുന്നതയോ മറ്റുള്ളവരെല്ലാം മുമ്പിൽ, ചാച്ചന്റെയും അമ്മച്ചന്റെയും മുമ്പിൽ, സഹോദരങ്ങളുടെ എല്ലാം മുമ്പിൽ, നല്ല ടീച്ചേഴ്സിന് മുമ്പിലൊക്കെ അയ്യോ തോമസിനെ പോലെയോ എന്തൊരു, അവനെ നോക്കി പഠിക്കണമെന്ന് പറയായിരുന്നു. മറ്റുള്ളവർ പറയാം, ടീച്ചേഴ്സ് പറയായിരുന്നു അങ്ങനെയൊക്കെ നല്ല കുട്ടിയാ. പക്ഷെ എനിക്കറിയാം ഞാൻ ആരാ, ഞാൻ മഹാഗുരുക്കനാണ്. എന്റെ ആ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ ബോധം തന്നപ്പോൾ അതെല്ലാം കാണുന്ന ഒരു ദൈവവും, സ്തോത്രം, അവൻ എന്നെ ന്യായം വിധിക്കും എന്നുള്ള വലിയ ബോധ്യം എനിക്കുണ്ടായി. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ കർത്താവിനായി എന്നെ സമർപ്പിച്ചു. എന്റെ ജീവിതത്തിലുണ്ടായ ആ സന്തോഷം വലുതായിരുന്നു സൗരങ്ങളെ. ഇന്ന് രാവിലെ സംഭവിച്ച പോലെ ഓർക്കുന്നുണ്ട്. അത് മറക്കൂല. നിത്യതയിൽ ഞാൻ ആ ദിവസം ഓർക്കും. സ്തോത്രം. എന്റെ സ്വന്തം സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ പഴയ സ്ഥലത്ത് കെട്ടിടം അവിടെ നിൽപ്പുണ്ട്. പുതിയ വലിയ ഹോൾ പണിതെങ്കിലും പഴയത് അവർ ഇടിച്ചു കളഞ്ഞിട്ടില്ല. ഞാന്, സ്തോത്രം, അവിടെ ചെന്ന് ഞാൻ എഴുന്നേറ്റ് ഇത് കർത്താവിനെ ഏറ്റു പറഞ്ഞ ആ സ്ഥലത്ത് ഞാൻ ചെന്ന് നിന്ന് കണ്ണുനീരോടെ എന്റെ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. സ്തോത്രം. കർത്താവിനെ നീതീകരിച്ചു. കർത്താവ് എന്നെ രൂപാന്തരപ്പെടുത്തി. ഞാൻ വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ചവർ, ഹല്ലേലൂയ. ആ വീണ്ടും ജനിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്റെ പൊന്നു സഹോദരങ്ങളെ, ഹല്ലേലൂയ, ആ വീണ്ടും ഞാൻ അനുഭവം നമ്മളില്ലാത്തവർക്കുണ്ട്. വീണ്ടും ജനിച്ചെന്നുള്ള എനിക്ക് എങ്ങനെ അറിയാം ഉപദേശി? ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്
സ്തോത്രം. ആത്മലോകത്തിലേക്ക് ഉൾപ്രവേശിച്ച ആഴമായ ആത്മീയ അനുഭവം ഉണ്ടാവും. അടുത്തൊന്ന് സ്തോത്രം, ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം അനുഭവിക്കുന്ന അനുഭവം ഉണ്ടാവും. പ്രാർത്ഥന ഒരു സങ്കല്പ ലോകത്തിലല്ല. അതുവരെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ ഞങ്ങള് 6 മക്കളും അപ്പനും അമ്മയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കും. സ്തോത്രം. ഒരു ചാച്ചനും അമ്മച്ചിയും അമ്മച്ചിയും ചാച്ചനും പ്രാർത്ഥിച്ചിട്ടാണ് പ്രാർത്ഥന തീരുന്നത്. ദീർഘമായ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എടുത്ത് കുടുംബം പ്രാർത്ഥനയുണ്ട്. ഞാനും പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥന എനിക്ക് റെഡിമെയ്ഡ് പ്രാർത്ഥന, ഞങ്ങൾക്ക് എല്ലാവർക്കും റെഡിമെയ്ഡ് പ്രാർത്ഥന മനപ്പാടമുണ്ട്. അടിച്ചു വിടും. എന്നാൽ ഹല്ലേലൂയ, ദൈവം കേൾക്കുന്നുവെന്ന് എനിക്കൊരു ബോധമില്ലായിരുന്നു. എന്നാൽ വീണ്ടും ജനിച്ച ദിവസം പതിവ് പോലെ എന്റെ പ്രാർത്ഥന ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാനങ്ങ് പ്രാർത്ഥിച്ചു വിട്ടു. പക്ഷെ എനിക്ക് തൃപ്തിയായില്ല. അന്ന് ഞാൻ എന്റെ ചാച്ചന്റെ അടുത്ത് പോയായിരുന്നു മുട്ടുകുത്തിയിരുത്താൻ. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ചാച്ചൻ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോനെ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ആദ്യമായി ദൈവം എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ഉത്ബോധത്തോടെ എന്റെ ഹൃദയ ദിവസം പകർന്ന് പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് ഒരു ആ കൃപയിൽ നിലനിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തരും. പ്രാർത്ഥന നിങ്ങൾക്കൊരു ആസ്വാദ്യകരമായ അനുഭവമാണോ? വീണ്ടും ജനിച്ചെങ്കിൽ പ്രാർത്ഥന ആസ്വാദ്യകരമായ അനുഭവമാകും. How many of us enjoy the time of prayer? പ്രാർത്ഥനാ സമയം നമ്മൾ എത്ര പേര് ആസ്വദിക്കുന്നുണ്ട്? സ്തോത്രം. ദൈവവചനം നമുക്ക് ആസ്വാദ്യകരമാകും. ഹല്ലേലൂയ. ദൈവവചനം നമുക്ക് ആസ്വാദ്യകരമാകും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിന്റെ പോഷണമായി നമ്മളത് അനുഭവിക്കാൻ തുടങ്ങും. We'll start cherishing the word of God. ദൈവദിനം ആസ്വദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ദൈവദിനം ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും ഉള്ളത് ദൈവദിനത്തിലുണ്ട്. ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും ഉള്ളത് വചനത്തിലുണ്ട്. അതിൽ സ്തോത്രം നമുക്കറിയാമല്ലോ, അവൻ തന്നെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. ദേഹ സൗഖ്യം. ദൈവത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് ശരീരത്തിൽ നല്ല ആരോഗ്യവും നല്ല ഉന്മേഷവും ഒക്കെ ഉണ്ടാകും. അത് ഒരിക്കൽ ഒരാളിനോട് പറഞ്ഞു, ഓ നിങ്ങൾ പെന്തക്കോസുകാരുടെ പ്രായം പറയാൻ ഒക്കൂല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ശരീരത്തിന് ഒരു ചെറിയ ഉന്മേഷവും ഒരു മുഖത്തിന് തെളിച്ചുവയും ഒക്കെ ഉള്ളവരാ. എല്ലാവരും ഞാൻ വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ദേഹത്തിന് പിന്നെ സന്തോഷകരമാണ്. ദേഹിക്കോ വാചനം എന്തൊരു തണുപ്പാ നമുക്കല്ലേ. ആ ദൈവത്തിന്റെ വചനം വരുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തൊരു ആശ്വാസമാണ്. സ്തോത്രം അല്ലേ? വലിയ സന്തോഷമല്ലേ? ദേഹിക്കണ്ടേ, മനസ്സിനും ഹൃദയത്തിനുമുണ്ട്. പക്ഷെ ആത്മാവിന് പോഷണമാണ്. ആത്മാവിന്റെ പോഷണം എന്ന് പറഞ്ഞാൽ എന്ത് ശ്രേഷ്ഠമാണെന്നറിയാം. ഞാനേ ഒരു വേഗം നേരം പോയെന്നറിയാം, വേഗം നിർത്താം. ഇതൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ അച്ചടിശാല നടത്തുന്നവരായിരുന്നേ. പ്രിന്റിംഗ് പ്രസ്സാണ് ഉപജീവനത്തിന്റെ തൊഴില്. ഈ സഭാ ചാർജ് ഇല്ലല്ലോ. എവറി മ്യൂസിയത്തിൽ ഞാൻ തിരിഞ്ഞ് നാട്ടിൽ വന്നപ്പോ പിന്നെ ഉപജീവനത്തിന് വേണ്ടി ഒരു പ്രിന്റിംഗ് പ്രസ് തുടങ്ങിക്കൊണ്ടാണ് കർത്താവിനെ വരെ ചെയ്യുവാനായിട്ട് ഉത്സാഹിച്ചത്. ഷീറ്റ് കലണ്ടറുകൾ അടിക്കുമായിരുന്നു. ഷീറ്റ് കലണ്ടറുകൾ നമുക്കറിയാമല്ലോ. ഷീറ്റ് കലണ്ടർ അടിക്കുമ്പോൾ പിന്നെ പെന്തക്കോസുകാരായിട്ടുള്ള സ്നേഹിതന്മാരായ ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ അവരുടെ കടയുടെയും അവരുടെ സ്ഥാപനങ്ങളെയൊക്കെ കലണ്ടർ അടിക്കാൻ കൊണ്ടുതരുമ്പോ ഉപദേശി ഒരു വാക്യം കൂടെ വെച്ചേക്കാൻ പറയും ഓരോ പേജ്. ഞാൻ പറഞ്ഞു വെച്ചോളാം, നിങ്ങൾ എഴുതാ. അയ്യോ അത് ദേവദാസൻ തന്നെ അങ്ങ് എഴുതിക്കാട്ടെ. ഞാൻ എഴുതാൻ, പക്ഷെ നിങ്ങൾ അപ്രൂവ് ചെയ്യണം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എല്ലാ വർഷവും ഞാൻ 2 ലിസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. ഒരു ലിസ്റ്റ്, അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപമോചനമായി ശുദ്ധീകരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. സ്തോത്രം. ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരു ലിസ്റ്റ് എഴുതും. രണ്ടാമത് ലിസ്റ്റ് ഇവിടെ എഴുതും, യഹോവേ നിന്റെ അനുഗ്രഹത്താൽ എന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു ബാധയും ഞാൻ നിനക്ക് വരുത്തുകയില്ല. നീ അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, പുറത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃശ്യത്തിലെ ജനത്തിന്മേൽ ഇരിക്കുന്നു. പിന്നെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഇങ്ങനെയുള്ളത് അപ്രൂവ് ചെയ്യാനായിട്ട് വരെ 1-2 പേരൊക്കെ ആയിരിക്കും വരുന്നത്. ഇതൊരു പ്രധാന കാര്യമില്ലേ? ആണ്ട് തീരുന്ന ഓരോരുത്തർ വീടുകളൊക്കെ കിടക്കുന്നതല്ലേ. ഞാൻ ആദ്യത്തെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്.
ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എന്നിട്ട് ഞാൻ എന്തായാലും ജോലി ചെയ്തോണ്ടിരിക്കുന്നവരെ ഞാനിച്ചിരി അങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഇവരിത് വായിച്ചേച്ചേ രണ്ടുപേരും പോരാ. ഞാൻ ചോദിക്കാം, അങ്ങനെ ഉപദേശിച്ച് ഇച്ചിരി കൂടെ നല്ല വാക്യങ്ങള് അത് ഞാൻ മേടിച്ചിട്ട് മറ്റേ അങ്ങോട്ട് കൊടുക്കും. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവ തന്നെ ജനത്തെ പറ്റിയിരിക്കുന്നു. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പെട്ടെന്ന് മുഖം തെളിയുന്നതാണ്. ഇതല്ലേ വാക്യം എന്ന് പറഞ്ഞാൽ, ആദ്യം കൊടുത്ത ലിസ്റ്റിലെ വാക്യങ്ങൾ ആത്മാവിന് പോഷണ, രണ്ടാമത്തത് മനസ്സിന് ഹൃദയത്തിനും ആശ്വാസമാണ്, ദേഹിക്ക് ആശ്വാസമാണ്. എല്ലാരും എന്റെ കൂടെ ഉണ്ടേ. സ്തോത്രം. പ്രിയപ്പെട്ടവര്, വീണ്ടും ജനിച്ചാലേ ഈ ആത്മാവിന്റെ പോഷണം അനുഭവിക്കാൻ കഴിയുള്ളൂ. വീണ്ടും ജനിച്ചോ? ഏതുതരം പ്രസംഗമാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? വീണ്ടും ജനനത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും കർത്താവിന് മടങ്ങിവരുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ നിങ്ങൾ എത്ര പേര് അത് ആസ്വദിക്കും? കരുതുന്നവരായ ദൈവത്തെക്കുറിച്ച് വിട്ടുതൽ എന്ന് പറഞ്ഞ് യാവരിക്കുന്നു. ഇപ്പോൾ വിട്ടുതലാണ്. അതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? അതും വേണം, മനസ്സിന് ആശ്വാസം വേണമല്ലോ. പക്ഷേ വീണ്ടും ജനിച്ചെങ്കിലേ, ആത്മാവില് ചൈതന്യം ഉണ്ടായെങ്കിലേ വചനം ആസ്വദിക്കാൻ കഴിയൂ. കർത്താവ് പറഞ്ഞില്ലേ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട്, സ്തോത്രം, തിരുവെഴുത്തുകൾ എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ. നമ്മുടെ വേദോസം എടുത്ത് നോക്കിയാൽ വരയിട്ടിരിക്കുന്നത്, അടിവരയിട്ടിരിക്കുന്നതൊക്കെ ഏതാ? ഞാൻ നിന്നെ സൗഖ്യമാകുന്ന യഹോവയാകുന്നു, അല്ലേ? അങ്ങനെയുള്ള വാക്യങ്ങൾ മാത്രമല്ലേ നമ്മൾ അടിവരയിട്ടിട്ടുള്ളൂ. ലോകത്തിൽ കഷ്ടപ്പെട്ട് ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുള്ള എത്ര പേര് അടിവരയിട്ടിട്ടുണ്ട്? എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. അയ്യോ, നേരം പോയി, ക്ഷമിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ വീണ്ടും ജന്മം പ്രാപിച്ചു. അങ്ങനെയുള്ളവരാണ് വിശുദ്ധീകരണത്തിലേക്ക് കടക്കുന്നത്. കർത്താവ് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ചിന്തിക്കാം. ഞാൻ ഇന്ന് പറഞ്ഞതിനെ കുറിച്ച് വിശദീകരണം വേണേൽ ചോദിക്കണേ. നാളേക്ക് മുമ്പ് കർത്താവ് വരുവാണെങ്കിൽ, സ്തോത്രം, പുതുതായി ജനിക്കാഞ്ഞാൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. വീണ്ടും ഞാൻ അനുഭവം നിങ്ങൾക്കില്ലെങ്കിൽ, എന്റെ കർത്താവ് ഉപദേശിച്ച് പറഞ്ഞത്, ആ അനുഭവമൊന്നും എനിക്കില്ല എന്റെ കർത്താവ്, എനിക്കൊരു മാറ്റം തരണേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ വചനത്തിലൂടെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. വീണ്ടും ഞാൻ അനുഭവത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഭവം തരുവാൻ വിശ്വസ്തനാണ്. കർത്താവിന്റെ കൃപ നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വേഗം വരുന്ന കർത്താവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. വന്ദനം.